കോളേജിൽ അവൻ്റെ ആദ്യ ദിവസമായതിനാൽ അന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് ബിനീഷേട്ടൻ തന്നെ രാമിനെ കോളേജിൽ കൊണ്ടുപോകാനായി ഒപ്പം പോയി. വൈകിട്ടപ്പോൾ എപ്പോൾ വരും? ബൈക്കിൽ നിന്ന് ഇറങ്ങിയ ശേഷം പുറത്തേക്ക് ചാടി ഷർട്ടിൻ്റെ പിൻഭാഗം ജീൻസിനുള്ളിലേക്ക് തിരുകി ഇൻ ചെയ്തുകൊണ്ട് റാം ചോദിച്ചു. വൈകിട്ട് തന്നെത്താനെ തിരക്കി പിടിച്ചങ്ങ് വാ. നോക്കട്ടെ നിനക്ക് ജീവിതം പഠിക്കാൻ എത്രത്തോളം യോഗ്യതയുണ്ടെന്ന്. അത് പറഞ്ഞിട്ട് ബിനീഷ് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി. വളർത്തു നായ്ക്കുട്ടിയെ തെരുവിൽ കളഞ്ഞിട്ട് പോകും പോലെയുള്ള അയാളുടെ പോക്ക് നോക്കി നിന്ന റാം തിരിഞ്ഞു നിന്ന് തൻ്റെ കോളേജിലേക്ക് നോക്കി. വള്ളികൾ പടർത്തിയ വെസ്റ്റേൺ സ്റ്റൈലിലെ ഒരു പച്ച നിറമുള്ള ഒറ്റ ഗേറ്റ്. അത് തുറക്കുന്നത് രണ്ട് ഉയർന്ന കെട്ടിടങ്ങളുടെ നടുവിലുള്ള ഒരു നീളൻ ഇടനാഴിയിലേക്കാണ്. വഴിയിൽ നിരത്തായി ചതുരാകൃതിയിലുള്ള കരിങ്കൽ പാളികൾ പാകി അവയ്ക്കിടയിൽ ഗ്യാപ്പിൽ പുല്ലും വളർത്തിയിരുന്നു. ആ വഴിയിലൂടെ അവസാനത്തിൽ ഇടതുവശത്തും വലതുവശത്തുമായി കെട്ടിടങ്ങൾക്കുള്ളിലേക്കും പോകുവാനുള്ള ചവിട്ടുപടികളുണ്ട്. വലതുവശത്തെ കെട്ടിടം 4 നിലകളും ഇടതുവശത്തെ കെട്ടിടം 3 നിലകളുമായിരുന്നു. ഇരു കെട്ടിടത്തിലും ചെങ്കൽ നിറം പൂശിയിരുന്നു. അവയുടെ നടുവിലെ നീളൻ വഴിയിലായി പൂക്കളും വള്ളിച്ചെടികളും വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഭിത്തിയിലായി എന്തോ തരം പായലും പറ്റി കയറ്റിയിട്ടുണ്ട്. ആ പായലിനിടയിൽ ദി ചെന്നൈ അക്കാദമി എന്ന കോളേജിൻ്റെ പേര് വെളുത്ത നിറത്തിൽ മുഴിച്ചു നിന്നു. ആദ്യമായി ആ കോളേജിലേക്ക് വന്നെത്തുന്ന ഏതൊരാൾക്കും ഫുൾ പോസിറ്റീവ് എനർജി കൊടുക്കുന്ന പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷം. അതും കോളേജിന് മുന്നിൽ അത്രയും മരങ്ങൾ ഉണ്ടായതാവണം. വീശുന്ന കാറ്റിന് ഒരു പ്രത്യേക തണുപ്പും അനുഭവപ്പെട്ടു. റാം ഗേറ്റ് കടന്നതും 2 പെൺകുട്ടികൾ ഭരതനാട്യക്കാരുടെ വസ്ത്രത്തിൽ ചിലങ്കയുടെ ശബ്ദവുമായി കടന്നു വരുന്നത് കണ്ടു. ഫിലിം കോഴ്സുകൾക്ക് പുറമെ അവിടെ ഡാൻസിൻ്റെയും മ്യൂസിക്കിൻ്റെയും കോഴ്സുകൾ ഉണ്ടെന്ന് അവരുടെ വെബ്സൈറ്റിൽ അവൻ കണ്ടിരുന്നു. എക്സ്ക്യൂസ് മീ, കോളേജ് റിസപ്ഷൻ എங்கே? ഭരതനാട്യക്കാരികളോട് അവൻ ചോദിച്ചു. ആ പെൺകുട്ടികൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒരുപോലെ വലതുവശത്തെ കെട്ടിടത്തിലേക്ക് വിരൽ ചൂണ്ടി. പടികൾ കയറി മുകളിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു കമ്പ്യൂട്ടറിന് മുന്നിലായി 21-22 വയസ്സ് തോന്നിച്ച ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു. സാധാരണ റിസപ്ഷനുകളിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരികളായ പെൺകുട്ടികളിൽ കാണുന്ന യാതൊരുവിധ അലങ്കാരങ്ങളും അവളിൽ റാം കണ്ടില്ല. പഴയ ഫാഷനിലുള്ള ഒരു ചുരിദാർ ഷോൾ ഇരുവശത്തേക്കും ഇട്ട നിലയിൽ പിന്നിക്കെട്ടിയ മുടിയും കഴുത്തിലണിഞ്ഞ ഒരു ID കാർഡുമായി അവളെ കണ്ടപ്പോൾ ഇനി അവൾ തന്നെയാണോ റിസപ്ഷനിസ്റ്റ്? അവൻ സംശയിച്ചു നിന്നു. തമിഴ് സംഭാഷണങ്ങൾ മലയാളത്തിലാക്കിയിരിക്കുന്നു. റാം സംശയത്തോടെ അവളെ നോക്കുന്നത് കണ്ടപ്പോൾ അവൾ അവനെയും നോക്കി. യെസ്, എന്തു വേണം? ഈ DFM ഡിപ്ലോമ ഇൻ ഫിലിം മേക്കിംഗ് പുതിയ ക്ലാസ്. ആർ യു മിസ്റ്റർ റാം അരവിന്ദ്? അവൾ തൻ്റെ പേര് പറയുന്നത് കേട്ടപ്പോൾ റാമിന് സന്തോഷമായി. യെസ് ഐ ആം. വൈ ആർ യു സോ ലേറ്റ്? അവൾ കടുപ്പത്തിൽ ചോദിച്ചു. പെട്ടെന്ന് അവൻ്റെ മുഖത്തെ സന്തോഷം മാറി ഞെട്ടലായി. ലേറ്റോ? ഞാൻ 10 മണിയാണല്ലോ പറഞ്ഞത്. ഇമ്പോസിബിൾ. ഇവിടെ കറക്റ്റ് 9:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, 3 മണിക്ക് അവസാനിക്കുകയും ചെയ്യും. അതിൽ ഒരു മാറ്റവുമില്ല. പിന്നെ ഇത് തൻ്റെ ലാസ്റ്റ് വാണിംഗ്. ഇത് മേലാൽ ലേറ്റായി വരരുത്. അഥവാ വന്നാൽ ഞാൻ മുകളിലേക്ക് കയറ്റി വിടില്ല. ഓക്കെ, വരും. ഞാൻ ക്ലാസ് കാണിച്ചു തരാം. ഉപദേശത്തിനു ശേഷം സീറ്റിൽ നിന്നും എഴുന്നേറ്റ് അവൾ മുകളിലേക്കുള്ള പടികൾ കയറിപ്പോയി. സ്വതന്ത്രമായി പറന്നു നടക്കാവുന്ന ഒരിടം പ്രതീക്ഷിച്ചെത്തിയ അവന് താൻ വീണ്ടും സ്കൂൾ കാലഘട്ടത്തിലേക്ക് ചെന്നെത്തിയ പോലെ തോന്നി. ഒന്നും മിണ്ടാതെ റാം അവളെ അനുഗമിച്ചു. 3-ാം നിലയിലായി എയർ കണ്ടീഷൻ ചെയ്ത ഒരു റൂം എത്തിയതും അവൾ നിന്നു. ശേഷം വാതിൽ തുറന്നുകൊണ്ട് അകത്തെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനെ പുറത്തേക്ക് വിളിച്ചു. എന്നിട്ട് റാമിനെ കാട്ടി ലേറ്റായി വന്ന ആളാണെന്ന് പറഞ്ഞു. റാം അയാളോട് സോറി പറഞ്ഞു. ഓക്കെ, നോ പ്രോബ്ലം, അകത്തേക്ക് വരൂ. അയാൾ റാമിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റിസപ്ഷനിലെ പെൺകുട്ടി തിരികെ താഴേക്കും പോയി. ഗായ്സ്, ഇത് നിങ്ങളുടെ ക്ലാസ്സിലെ ഏക മലയാളിയാണ്. പുള്ളിക്കാരൻ സ്വയം പരിചയപ്പെടുത്തട്ടെ. ക്ലാസ്സിലേക്ക് കയറിയുടൻ സാർ അത് പറഞ്ഞപ്പോൾ അവൻ ഒരു നിമിഷം ഒന്ന് ശങ്കിച്ചു പോയെങ്കിലും സൈഡ് ബാഗ് തോളിൽ നിന്നും ഊരി കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ സംസാരിച്ചു തുടങ്ങി. എൻ്റെ പേര് ശ്രീറാം.
ഞാൻ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ നിന്നുമാണ് വരുന്നത്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. ആ സമയത്ത് കുട്ടനാട് എന്നും ഹൗസ് ബോട്ട് എന്നുമൊക്കെ വാക്കുകൾ പലരിൽ നിന്നും ഉയർന്നു കേട്ടു. എനിക്ക് തമിഴ് വളരെ കുറച്ച് മാത്രമേ അറിയൂ. അതുകൊണ്ട് എന്നെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ ഞാൻ വഴിയേ പറയാം. നന്ദി, അവൻ പറഞ്ഞു നിർത്തി. എല്ലാവരും അവനെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്ന തരത്തിൽ കൈയടിച്ചു. അവൻ തനിക്കൊപ്പം സിനിമ പഠിക്കാൻ പോകുന്ന തൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും നോക്കി നന്നായി ഒന്ന് പുഞ്ചിരിച്ചു. താങ്ക്സ് ഫോർ ദി കയ്യടി. റാം അതും പറഞ്ഞതും സാർ ഉൾപ്പെടെ എല്ലാവരും കയ്യടി അവസാനിപ്പിച്ചുകൊണ്ട് കൂട്ടത്തോടെ ചിരിച്ചു. റാം, ഇവിടെ നിന്റെ മലയാളത്തിലെ പല വാക്കുകളും ഡബിൾ മീനിങ് ആണ്. സോ ബി കെയർഫുൾ. സാർ അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് പിടികിട്ടിയില്ലെങ്കിലും ശരി എന്ന് പറഞ്ഞതിന് ശേഷം അവൻ ഒഴിവുള്ള സീറ്റ് നോക്കി. മൊത്തം 15 പേരാണ് DFM ബാച്ചിലുള്ളത്. അതിൽ കൂടുതൽ ആളുകൾ അവർ ഒരു വർഷം അഡ്മിഷൻ കൊടുത്തിരുന്നില്ല. വീഡിയോ ഇൻ്റർവ്യൂ ഉൾപ്പെടെ 3ഓളം ടെസ്റ്റുകൾ പാസ്സായ ശേഷമാണ് റാം ഉൾപ്പെടെ അവർ ഓരോരുത്തരും ആ ക്ലാസ്സിലേക്ക് എത്തിപ്പെട്ടതും. 5 നിരകളിലായി 3 സീറ്റുകൾ വീതമാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും പിന്നിലായി ഒരു സീറ്റ് ഒഴിഞ്ഞു കിടന്നിരുന്നു. റാം അതിൽ ചെന്നിരുന്നു. റാം ഉൾപ്പെടെ 14 ആണുങ്ങളും ഒറ്റ പെണ്ണുമായിരുന്നു ആ ബാച്ചിലുണ്ടായിരുന്നത്. റാം ചെന്നിരുന്നതും അവൻ്റെ ഇടതുവശത്തിരുന്ന ഒരുവൻ ഇളിച്ചുകൊണ്ട് അവന് കൈകൊടുത്തു. ഹായ്, ഐ ആം വെൻട്രി. റാം അവനെ ഒന്ന് നോക്കി ചിരിച്ചു. ശിവ എന്ന് പേരുള്ള സാറായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. പുള്ളി വേൾഡ് സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. മച്ച, തമിഴിൽ കയ്യടി എന്ന് വെച്ചാൽ മാസ്റ്റർബേഷൻ. ക്ലാസ് നടക്കുന്നതിനിടയിൽ വെൻട്രി രഹസ്യം പോലെ പറഞ്ഞു. റാം ഒരു നിമിഷം ഞെട്ടി. ദൈവമേ! റാമിൻ്റെ ചമ്മിയ മുഖം കണ്ട് വെൻട്രി വാ പൊത്തി ചിരിച്ചു. ഹായ്, എൻ്റെ പേര് രേഷ്മ. വെൻട്രിയുടെ തൊട്ടപ്പുറമിരുന്ന പെണ്ണ് റാമിനെ എത്തിപ്പിടിച്ച് കൈ കൊടുത്തു. ചുമ്മാതെടാ, ഇവൾ ഭാരതി, ശാപ്പാട് ഭാരതി. എവിടെ കല്യാണം ഉണ്ടേലും പോയി ഓസിന് ശാപ്പാടടി. പോടാ കുമ്മാണ മൂഞ്ചി. വെൻട്രിയുടെ തലക്കിട്ട് അവൾ ഒരു കൊട്ടു കൊടുത്തു. ആങ്ങളെയും പെങ്ങളും കൂടി ആ പയ്യനെയും നിങ്ങളുടെ ലെവലാക്കുവോ? ശിവസാർ മുന്നിൽ നിന്നും വിളിച്ചു ചോദിച്ചു. നോ സർ, വെൻട്രിയും രേഷ്മയും ഒരുപോലെ പറഞ്ഞു. റാം അവർ ഇരുവരെയും മാറി മാറി നോക്കി. ആങ്ങളെയും പെങ്ങളെയും ഒരുമിച്ച് ഫിലിം കോഴ്സ് ചെയ്യുന്നത് അവന് പുതുമയായി തോന്നി. ബ്രേക്ക് സമയത്ത് ക്ലാസ്സിൽ എല്ലാവരും റാമിനെ പരിചയപ്പെടുവാനായി ചെന്നു. മിക്കവരും ആവശ്യം കുട്ടനാടും ഹൗസ് ബോട്ടുമൊക്കെയായിരുന്നു. കൂടുതൽ കമ്പനി അടിച്ചാൽ കയ്യിൽ നിന്നും പണം ചെലവാകാൻ നല്ല ചാൻസ് ഉള്ളതിനാൽ ഒരു പരിധി കവിഞ്ഞ് റാം ആരോടും സംസാരിക്കാൻ നിന്നില്ല. ഉച്ചയ്ക്ക് കോളേജിൻ്റെ സമീപത്തുള്ള ഹോട്ടലിൽ പോയി അവൻ ബിരിയാണി കഴിച്ചു. തമിഴ്നാട്ടിലെ ബിരിയാണിയിൽ കേരളത്തിനേക്കാൾ 3 ഇരട്ടി മസാലയാണ് ഉപയോഗിക്കുന്നത്. വൈകിട്ട് 3 മണിക്ക് ക്ലാസ് വിട്ടപ്പോൾ തിരികെ അയ്യപ്പൻ താങ്കയിലെത്തുക എന്നതായിരുന്നു റാമിൻ്റെ അടുത്ത വെല്ലുവിളി. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ 15 കിലോമീറ്റർ കൂടുതൽ കാണിച്ചു. പക്ഷേ എങ്ങനെ പോകും? അവൻ കോളേജിൻ്റെ ഇട റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് ബാഗും തൂക്കി നടന്നു. നുങ്കമ്പാക്കം റെയിൽവേ സ്റ്റേഷൻ 200 മീറ്റർ എന്ന അടയാള ബോർഡ് കണ്ടപ്പോൾ അവൻ ദിശയിലേക്കു നീങ്ങി. നുങ്കമ്പാക്കം സ്റ്റേഷൻ മുന്നിലത്തെ റോഡിൽ തമിഴ് സിനിമകളിലെ ലൈറ്റ് സീനിൽ കാണാറുള്ള തെരുവോര ചന്തയെ പോലെ തോന്നിച്ചു. റോഡ് പാതിയും കയ്യേറിയ പഴങ്ങൾ, പച്ചക്കറികൾ, പൂവുകൾ തുടങ്ങി ഇലക്ട്രോണിക് സാധനങ്ങൾ വരെ വിൽക്കാൻ നിൽക്കുന്ന അനവധി ആളുകൾ. അതിനിടയിൽ ഒരു ഓട്ടോ സ്റ്റാൻഡും. എങ്ങും കലപില ശബ്ദങ്ങൾ. ആരോടാണ് അയ്യപ്പൻ താങ്കൽ പോകാനുള്ള വഴി ചോദിക്കുന്നതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവൻ്റെ തോളിൽ ആരോ തട്ടിയത്. നോക്കുമ്പോൾ ക്ലാസ്സിൽ കൂടെയിരുന്ന വെൻട്രിയാണ്. അപ്രതീക്ഷിതമായി ആൾക്കൂട്ടത്തിൽ പരിചിതമായ ഒരു മുഖം കണ്ട ആശ്വാസത്തോടെ റാം അവനെ നോക്കി ചിരിച്ചു. എന്താ ഇവിടെ നിൽക്കുന്നത്? അവൻ തമിഴിൽ ചോദിച്ചു. എനിക്ക് അയ്യപ്പൻ താങ്കൽ എന്ന സ്ഥലത്ത് പോകണം. അവിടെയാണ് എൻ്റെ താമസ സ്ഥലം. പക്ഷേ എങ്ങനെയാ പോകുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയയുമില്ല. റാം മലയാളം തമിഴും കലർത്തി പറഞ്ഞു. മച്ചാ, എനിക്ക് മലയാളം കേട്ടാൽ മനസ്സിലാകും. പക്ഷേ നീ ഇത്ര സ്പീഡിൽ പറയാതെ പതിയെ നിർത്തി പറ. വെൻട്രി അവൻ പറഞ്ഞത് പൂർണ്ണമായി മനസ്സിലാവാത്ത രീതിയിൽ പറഞ്ഞു. എനിക്ക് അയ്യപ്പൻ താങ്കൽ എന്ന സ്ഥലത്ത് പോകണം. പക്ഷേ എങ്ങനെയാ പോകുന്നതെന്ന് എനിക്കറിയില്ല. റാം സാവധാനത്തിൽ പറഞ്ഞു. അയ്യപ്പൻ താങ്കലോ? അതിവിടെ നിന്ന് ഒരുപാട് പോകണമല്ലോ മച്ചാ. ആദ്യം ലോക്കൽ ട്രെയിനിൽ കയറി ഗിണ്ടി സ്റ്റേഷനിൽ ഇറങ്ങണം.
അവിടെ നിന്ന് ബസ്സിൽ പോകണം. അയ്യോ, അത്രയും ചുറ്റിക്കറങ്ങണോ? ബസ് കഴിഞ്ഞ് വന്നിട്ട് പാചകം ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ബിനീഷേട്ടൻ പറഞ്ഞ കാര്യം അവൻ ഓർത്തു. ഫ്ലാറ്റിൽ ചെല്ലുമ്പോൾ അവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അയാൾ നേരത്തെ തന്നെ ചിന്തിച്ചിരുന്നു. എന്തുപറ്റി? അന്തരീക്ഷത്തിലേക്ക് നോക്കി അതൊക്കെ ആലോചിച്ചു കൊണ്ട് നിന്നിരുന്ന അവനെ വെൻട്രി പിന്നെയും തട്ടി വിളിച്ചു. റാം വെറുതെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് കിടക്കുന്ന മേൽപ്പാലത്തിലേക്ക് നോക്കി. സ്റ്റേഷനിലേക്കുള്ള ജനസാഗരം പടികളിലൂടെ ഒതുങ്ങി നീങ്ങുന്നു. മച്ച, ഒരു കാര്യം ചെയ്യും, ഞാൻ ഗിണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുകൂടിയാണ് പോകുന്നത്. എൻ്റെ ബൈക്കിൽ വരുന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം, വെൻട്രി പറഞ്ഞു. അവൻ വെച്ച ആ ഓഫർ റാം പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു. പക്ഷേ അവൻ ഹൗസ് ബോട്ടും കുട്ടനാടും ഒന്ന് ചോദിക്കല്ലേ ദൈവമേ എന്നായിരുന്നു അവൻ്റെ മനസ്സിൽ. പോകുന്ന വഴിക്ക് ഓരോ സ്ഥലത്തിൻ്റെ പേര്, ഓരോ കടയുടെ പ്രത്യേകതയുമൊക്കെ വെൻട്രി അവന് പറഞ്ഞു കൊടുത്തു. വെൻട്രിയുടെ വീട് ഗിണ്ടിയിലാണോ? യാത്രക്കിടെ റാം ചോദിച്ചു. ഏയ് അല്ലല്ല, ഐ ആം ഫ്രം മധുരൈ. അപ്പോൾ ഇവിടെ വീട്ടിൽ പോയി ഗസ്റ്റായി നിൽക്കുക. അപ്പോൾ രേഷ്മയോ? അവളുടെ വീട് ഇവിടെയാണ്. അപ്പോൾ പെങ്ങളെന്ന് പറഞ്ഞതോ? മച്ചാ, ഞങ്ങളുടെ അപ്പ 1 അമ്മ 2. ഇപ്പോൾ അപ്പ അവരുടെ കൂടെയാണ്. എൻ്റെ അമ്മ വേറെ കല്യാണം കഴിച്ച് മധുരയിലും. മനസ്സിലായോ? വ്യക്തിപരമായ ഒരു വലിയ സംഭവം അവൻ നിസ്സാരമായി പറഞ്ഞതു കേട്ട് റാം വായ പൊളിച്ചുപോയി. മച്ചാ, നിനക്ക് സിനിമയിൽ എന്താവാനാണ് ആഗ്രഹം? വെൻട്രി ബൈക്ക് ഓടിക്കുന്നതിനിടയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ കം ഡയറക്ടർ ആവണം. നിനക്കോ വെൻട്രി? എനിക്ക് ഡയറക്ടർ കം ആക്ടർ കം സിനിമാറ്റോഗ്രാഫർ കം എക്സ്ട്രോ. ആഹാ, അടിപൊളിയാണല്ലോ. മച്ച, അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർ എന്ന്. അടിപൊളി എന്ന വാക്ക് ഒഴികെ ബാക്കി മൊത്തം വാക്കുകൾ തമിഴിൽ സംസാരിച്ചതിനാൽ തനിക്കും തമിഴ് ഈസിയായി സംസാരിക്കാനാകുമെന്ന് ആത്മവിശ്വാസം റാമിനുണ്ടായി. ഗിണ്ടി സ്റ്റേഷൻ മുന്നിലെ ബസ് സ്റ്റോപ്പിൽ അവനെ ഇറക്കുമ്പോൾ വെൻട്രി ഒന്ന് ചിരിച്ച് ഒരു പ്രത്യേക രീതിയിൽ തല കുലുക്കി കാണിച്ചു. റാം അതനുസരിച്ച് തിരികെ തല കുലുക്കി. വെൻട്രി പോയ ശേഷം അയ്യപ്പൻ ടാങ്കിൽ പോകാൻ ഏത് ബസ്സിലാണ് കയറേണ്ടതെന്നറിയാം റാം ഒരു പോലീസുകാരനോട് ചോദിച്ചപ്പോൾ 54, 49, 149, 154 എന്നിങ്ങനെ 4 നമ്പറുകൾ അയാൾ പറഞ്ഞു കൊടുത്തു. ഇത് എന്ത് പരിപാടിയാണ്? ഓരോ സ്ഥലത്തേക്ക് ഓരോ നമ്പറോ? ഈ നമ്പറൊക്കെ എങ്ങനെ കാണാതെ പഠിച്ചു വെക്കും? റാം സ്വയം ചോദിച്ചു. അങ്ങനെ അതും ആലോചിച്ച് നിൽക്കുമ്പോൾ 54 എന്നെഴുതിയ ബസ് വന്നു. അതിലാകെ മൊത്തം തിക്കും തിരക്കുമായിരുന്നു. ബസ്സിനകത്തുള്ളതിനേക്കാൾ ആളുകൾ കയറാനിട്ട് പുറത്തുണ്ടെന്ന് മനസ്സിലാക്കി അവൻ വീണ്ടും അവിടെ തന്നെ അടുത്ത ബസ്സിനായി കാത്തുനിന്നു. സമയമായപ്പോൾ 4 മണി കഴിഞ്ഞിരുന്നു. സ്കൂളുകൾ വിട്ടതിനാൽ റോഡിലെ തിരക്കും വർദ്ധിച്ചു. 20 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ അതേ റൂട്ടിലോടുന്ന മറ്റൊരു ബസ് വന്നു. അതിലും മുൻപത്തെ അതേ അവസ്ഥ. ഒടുവിൽ ആ ബസ്സിലേക്ക് ആളുകളൊപ്പം റാം ഇടിച്ചു കയറി. റോഡിൽ നിൽക്കരുതെന്ന് കണ്ടക്ടർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ റാം ഉൾപ്പെടെ 3-4 പേർ ഡോറിൽ തൂങ്ങി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് എയർ കംപ്രസർ മുഖേന അടയുന്ന ഡോർ തനിയെ അടയുവാൻ തുടങ്ങി. അവർ 4 പേരും ആ ഡോറിലായി അമർത്തി തള്ളി പിടിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു കൂവി. ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. ഞാൻ എത്ര തവണ പറഞ്ഞു കയറി നിൽക്കാൻ? കണ്ടക്ടർ ദേഷ്യ വാതിൽ കൂടി തല പുറത്തേക്കിട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു. ഡോറിൽ നിൽക്കുന്നത് താഴെ ഇറങ്ങ്, അയാൾ വീണ്ടും പറഞ്ഞു. ആ സമയത്ത് റാം തിരക്കിനിടയിൽ നുഴഞ്ഞു കയറി ബസ്സിനുള്ളിലേക്ക് കയറിപ്പറ്റി. ഡോറിൽ നിന്നിരുന്ന ബാക്കി 3 പേർ എന്തൊക്കെയോ ചീത്തയും പറഞ്ഞുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങിപ്പോയി. ബസ് വീണ്ടും മുന്നോട്ടെടുത്തു. ഒരു ഈർക്കിൽ കുത്താൻ പോലും ഇടമില്ലാത്ത തിരക്കായിരുന്നു ബസ്സിനുള്ളിൽ. പോരാത്തതിന് ട്രാഫിക് ബ്ലോക്കിനനുസരിച്ച് ഡ്രൈവർ ആക്സിലറേറ്ററും ബ്രേക്കും തുടരെ കാൽ അമർത്തുന്നതിനാൽ യാത്രക്കാർ മുന്നിലേക്കും പിന്നിലേക്കും നിരന്തരം ആടിയുലഞ്ഞുകൊണ്ടിരുന്നു. റാമാണെങ്കിൽ 2 കൈയും മുകളിലത്തെ കമ്പിയിൽ അമർത്തി പിടിച്ച് തൂങ്ങിയുള്ള ഒരു സാഹസിക യാത്രയിലായിരുന്നു. ഓരോ ബ്രേക്കിലും ജീൻസിനുള്ളിൽ ഇൻ ചെയ്തു വെച്ചിരുന്ന അവൻ്റെ ഷർട്ട് വെളിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഒടുവിൽ എക്സിക്യൂട്ടീവ് സ്റ്റേജിൽ നിന്നും സാധാരണക്കാരനായ മാറുകയും ചെയ്തു. അവൻ നിർവികാരതയോടെ സീറ്റിലിരിക്കുന്നവരെ നോക്കി.
ഇരിക്കുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു. അതും മിക്കവരും ഹെഡ്സെറ്റ് വെച്ച് ഓൺലൈനായി സീരിയൽ കാണുകയും പാട്ട് കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പോരൂർ എന്ന സ്ഥലത്തെ ഒരു ചെറു തടാകവും താണ്ടി ബസ് അങ്ങനെ ആടിയുലഞ്ഞു പോകുന്നതിനിടയിൽ റാമിൻ്റെ ജീൻസിൻ്റെ മുൻഭാഗത്തായി എന്തോ ഒരു സ്പർശനം പോലെ തോന്നി. നോക്കുമ്പോൾ ഒരു അമ്മാവൻ സൈഡ് ബാഗ് തൂക്കി അത് തോളിൽ നിന്നും ഊർന്നു വീഴുന്നു പോകാതിരിക്കാൻ അതിൽ പിടിച്ചിരിക്കുന്നതും കണ്ടു. തികച്ച് സ്വാഭാവികം എന്നോർത്ത് നിൽക്കുമ്പോൾ വീണ്ടും ഒരുമാതിരി തലോടൽ പോലെ ഒരു അനുഭവം തോന്നി. അവൻ നോക്കുമ്പോൾ അയാൾ അതുപോലെ തന്നെ അവൻ്റെ മുന്നിലായി ചെരിഞ്ഞു നിൽപ്പുണ്ട്. പിന്നെ റാം അതീവ ശ്രദ്ധയോടെ നിന്നു. നോക്കുമ്പോൾ ആ കള്ളക്കിളവൻ കൈയും കൊണ്ട് ഇടയ്ക്കിടെ അവൻ്റെ സിബിൻ്റെ ഭാഗത്ത് മനഃപൂർവ്വം ഉരയ്ക്കുകയാണ്. അത്രയും തിരക്കിനിടയിൽ ഇയാൾക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നോർത്തുകൊണ്ട് അവൻ ഷൂ കൊണ്ട് അയാളുടെ കാൽവിരലുകൾ അമർത്തി ഒരു ചവിട്ട് കൊടുത്തു. കിളവൻ വേദന കടിച്ചമർത്തുന്നത് കണ്ടപ്പോൾ റാമിന് ചിരി വന്നു. അയാൾ സൈഡ് ബാഗ് അടുത്ത തോളിലേക്കിട്ട് മുന്നിലെ നുഴഞ്ഞു കയറിപ്പോയി. അപ്പോഴേക്ക് ബസ് അയ്യപ്പൻ താങ്കൽ ഡിപ്പോയിൽ എത്തിയിരുന്നു. ഉപേക്ഷിച്ച നായ്ക്കുട്ടി തിരികെ വീടെത്തിയത് കാണും പോലെ മടങ്ങിയെത്തിയ റാമിനെ കണ്ടപ്പോൾ ബിനീഷ് ചേട്ടൻ അതിശയത്തോടെ ചോദിച്ചു, "നീ ആൾ കൊള്ളാലോ?" അയാൾ അതിശയത്തോടെ ചോദിച്ചു. "ഇതൊക്കെ എന്ത്?" റാം പുച്ഛത്തോടെ പറഞ്ഞു. "വെൽ ഡൺ മൈ ബോയ്. അപ്പോൾ നീ ജീവിതം പഠിക്കാൻ തീരുമാനിച്ചു അല്ലേ? ബൈ ദ ബൈ, എങ്ങനെയുണ്ട് കോളേജും ക്ലാസ്സിലെ പിള്ളേരും?" "എല്ലാവരും അടിപൊളി. പിന്നെ ക്ലാസ്സിലെ ഏക മലയാളി ഞാനാണ് ചേട്ടാ." "ഹാ, അതിപ്പോൾ നല്ല കാര്യമായില്ലേ? എൻ്റെ തമിഴ് ഭാഷ മെച്ചപ്പെടും, പുതിയ കൾച്ചർ മനസ്സിലാകും, നല്ല കൂട്ടുകാരെ കിട്ടും. തമിഴ് ജീവിതം പഠിക്കാനും കഥ എഴുതാനും ഇതിലും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേറെ എവിടെ കിട്ടും? അല്ലേ തന്നെ? അന്യനാട്ടിൽ ചെന്നിട്ട് മലയാളികളുടെ ഇടയിൽ നിൽക്കാനാണെങ്കിൽ അതിൽ എന്താണ് ഇത്ര ത്രിൽ? ഇനി നീ തകർക്കും, നോക്കിക്കോ." എന്തായാലും ഒരു മൂഡ് തോന്നിയപ്പോൾ ഞാനും കിരണും കൂടി അടുക്കളയിൽ കയറി ചോറും നല്ല മീൻകറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. "നീ പോയി ഫ്രഷായി വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം." "ആഹാ, കൊള്ളാലോ. പാചകമൊക്കെ തുടങ്ങിയോ? അല്ല, കിരൺ എവിടെ?" "അത് ആ ബാൽക്കണിയിൽ കാണും. രാത്രിയായാൽ പിന്നെ എന്തൊക്കെയോ ഫ്ലാറ്റിൽ എന്തൊക്കെയോ നടക്കുന്നു എന്ന് നിരീക്ഷിക്കൽ അവൻ്റെ പ്രധാന ഹോബി." റാം ഹാളിൽ നിന്നും റൂമിലേക്ക് ചെല്ലുമ്പോൾ കിരൺ ഒരു കസേരയിട്ട് ബാൽക്കണിയിൽ കാറ്റും കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. "മിസ്റ്റർ CCTV." റാമിൻ്റെ വിളി കേട്ട് കിരൺ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. ശക്തിയിൽ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ബാൽക്കണിയിലേക്ക് കെട്ടിയിടുന്ന അയൽ ക്ലിപ്പ് ചെയ്തിരുന്ന അലക്കിയിട്ട തുണികൾ കാറ്റിൽ പാറി കളിച്ചു. "എന്തുവാടാ ഇവിടെ ഇത്ര കാണാൻ?" റാം അവൻ അരികിലേക്ക് ചെന്നു. "ഇവിടെ ഇരുന്നാൽ എന്താണ് കാണാനാകാത്തത്? ചോദിക്ക് രാമണ്ണ. നോക്ക്, ചുറ്റും ഫ്ലാറ്റുകൾ, അതിൽ ഓരോരോ ജീവിതങ്ങൾ, പലതിലും പല പല വികാരങ്ങൾ. ചിലയിടത്ത് ദേഷ്യം, ചിലതിൽ സ്നേഹം, ചിലതിൽ കാമം, മറ്റു ചിലതിൽ ദാരിദ്ര്യം. അങ്ങനെ പല പല വികാരങ്ങൾ ഇവിടെ ഇരുന്നാൽ കാണാം." ഒരു ഫ്രീക്കൻ പയ്യൻ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്നത് കേട്ട് റാം ഞെട്ടിപ്പോയി. "നീ എന്നടാ കഞ്ചാവ് അടിച്ചോ?" ഇതാണ് മലയാളികളുടെ കുഴപ്പം. ചെറുപ്പക്കാർ അല്പം ആഴത്തിൽ സംസാരിച്ചാൽ ഉടനെ അവനെ പിടിച്ച് കഞ്ചാവാക്കും. "ഹാ, എൻ്റെ പൊന്നേ, ഞാൻ വെറുതെ പറഞ്ഞതാണ്." റാം അവൻ്റെ മുടിയിൽ വിരൽ കൊണ്ട് 2 ചികയിൽ കൊണ്ട് പറഞ്ഞു. ശേഷം ചുറ്റുമുള്ള കെട്ടിടങ്ങളിലേക്ക് ഉറ്റുനോക്കി. അവൻ പറഞ്ഞത് ശരിയായിരുന്നു. ഓരോ ഫ്ലാറ്റിലും ജനലുകളിലൂടെ ബാൽക്കണികളിലൂടെയുമെല്ലാം ഓരോ ജീവിതങ്ങൾ ദൂരെ നിന്നും നോക്കിക്കാണാം. ഒരു തരത്തിൽ ചിന്തിച്ചാൽ അന്യരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. എങ്കിലും ഓരോ ഫ്ലാറ്റിലും ഓരോ സിനിമയിലെ രംഗം നടക്കുന്നത് പോലെ റാമിന് തോന്നി. ചിലർ ബാൽക്കണിയിൽ കുഞ്ഞുങ്ങളുമായി ഇരുന്ന് തെരുവിലൂടെ പോകുന്ന വണ്ടികൾ കാണിക്കുന്നു. മറ്റു ചിലർ മുറിക്കുള്ളിൽ തന്നെ ഇരുന്ന് TV കാണുന്നു. ചിലയിടത്ത് വഴക്കു നടക്കുന്നു. ചില ലൈറ്റില്ലാത്ത ബാൽക്കണിയിൽ നിഴലുകൾ തമ്മിൽ പ്രണയിക്കുന്നു. ആ സമയത്ത് വലതുവശത്തെ ഇരുനില കെട്ടിടത്തിൻ്റെ ഓപ്പൺ ടെറസിൽ കൊതുകുവല കൊണ്ട് പൊതിഞ്ഞ രീതിയിൽ ഒരുപാട് കട്ടിലുകൾ അടുത്തടുത്തായി നിരന്നു കിടക്കുന്നത് റാമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ ചില കട്ടിലുകൾ മൊബൈൽ സ്ക്രീനിൻ്റെ വെളിച്ചവും കാണാം. "അതെന്താണ് സംഭവം?" അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ട് റാം ചോദിച്ചു. "ആ കാണുന്നത് ഒരുപാട് പേരുടെ താമസ സ്ഥലമാണ്. ടെറസിലെ കട്ടിലിൽ ഒന്നിന് 1 മാസം 1000 രൂപയാണ് വാടക. കട്ടിലിനോടൊപ്പം ഒരു ഫോൺ ചാർജ് ചെയ്യുന്ന പ്ലഗും
കട്ടിലിന് അടിഭാഗത്തായി സാധനങ്ങൾ വെക്കുവാനുള്ള ഒരു ഡ്രോയർ ഭാഗവും കാണും. പിന്നെ ടെറസിൽ ഒരു ഭാഗത്തായി കോമൺ ബാത്റൂമും. അയ്യോ, അപ്പം മഴ പെയ്യുമ്പോഴോ? മഴ പെയ്യുന്ന സീസണിൽ കമ്പൊക്കെ നാട്ടി ടാർപോളിൽ പോലെ എന്തോ വലിച്ചു കെട്ടുന്നത് കാണാം. പിന്നെ അവിടെ നമ്മുടെ നാട്ടിലെ പോലെ അപ്രതീക്ഷിത മഴയോ അല്ലെങ്കിൽ 3 മാസം നീളുന്ന മഴയോ ഒന്നുമില്ലല്ലോ അണ്ണാ. വർഷത്തിൽ വല്ലപ്പോഴും മഴ പെയ്താൽ അതുതന്നെ അവർക്ക് സന്തോഷം. പെട്ടെന്ന് മഴ പെയ്താൽ എന്തു ചെയ്യുമെന്നറിയില്ല. ചിലപ്പോൾ നനയുമായിരിക്കും. റാം ആ ടെറസിലെ കട്ടിലുകളിലേക്ക് ഒരിക്കൽ കൂടെ നോക്കി. കൊതുകു വലയ്ക്കുള്ളിൽ സ്വപ്നങ്ങൾ നെയ്യുന്നവരുടെ ഒരു ലോകം. 10 മണിക്ക് മുമ്പ് തന്നെ അത്താഴവും കഴിഞ്ഞ് 3 പേരും ഉറങ്ങുവാൻ കിടങ്ങും. പിറ്റേന്ന് രാവിലെ 6:30-ക്ക് കമ്പനി ക്യാബിൽ വിനീഷേട്ടൻ ജോലിക്ക് പോയി. ഏകദേശം 8 മണിയായപ്പോൾ കിരണും തൊട്ടു പിന്നാലെ റാമും കോളേജിലേക്ക് പുറപ്പെട്ടു. അയ്യപ്പൻ താങ്കൽ ബസ് ഡിപ്പോയിൽ എത്തുമ്പോൾ 47-ാം നമ്പർ ബസ് ഒരെണ്ണം പുറപ്പെടുവാനായി നിൽപ്പുണ്ടായിരുന്നു. അതിൽ കയറി ഗിണ്ടി സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി സബ് വേയിലൂടെ നടക്കുമ്പോൾ റാം ചുറ്റും നോക്കി. സബ് വേയിലും നിറയെ കച്ചവടക്കാരാണ്. പഴങ്ങളും പൂക്കളും ഇലക്ട്രോണിക് സാധനങ്ങളും വിൽക്കുന്നവരായിരുന്നു കൂടുതലും. സബ് വേ നേരെ ചെന്നടന്ന് 2 ഇടങ്ങളിലേക്ക് പോകുവാനുള്ള വഴികളുടെ നടുവിലേക്കാണ്. ഒന്ന് റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജ് ആരംഭിക്കുന്നിടത്തും മറ്റൊന്ന് ഗിണ്ടി മെട്രോയുടെ ഓവർ ബ്രിഡ്ജ് ആരംഭിക്കുന്നിടത്തും. ഓവർ ബ്രിഡ്ജിനരികെ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു. നുങ്കമ്പാക്കം പോകുവാനായി ചെന്നൈ ബീച്ച് ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ കയറണമെന്ന് ഒരാളോട് ചോദിച്ച് അവൻ മനസ്സിലാക്കി. 15 മിനിറ്റ് കൂടുമ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2-ലൂടെ ആ വഴിയുള്ള ട്രെയിൻ ഉണ്ടെന്നും അയാൾ പറഞ്ഞു. 5 രൂപയുടെ ടിക്കറ്റും എടുത്ത് ഓവർ ബ്രിഡ്ജ് കയറി അവൻ പ്ലാറ്റ്ഫോം നമ്പർ 2-ലെത്തി. ആ സമയത്ത് ഒരു ട്രെയിൻ കൃത്യമായി വന്നു നിൽക്കുകയും ചെയ്തു. ഒരാളോടുകൂടി ചോദിച്ച് കൃത്യത വരുത്തിയ ശേഷം ആ ട്രെയിനിൽ അവൻ കയറിപ്പെത്തി. രാവിലെ ആളുകൾ ജോലിക്കും മറ്റും പോകുന്ന സമയമായതിനാൽ ട്രെയിൻ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ആരും ആരെയും ശ്രദ്ധിക്കാതെ ഗൗരവം നിറഞ്ഞ മുഖഭാവവുമായി നിൽക്കുകയും ഇരിക്കുകയുമൊക്കെ ചെയ്യുന്നവർ. ഭൂരിഭാഗം പേർ കാതിൽ ഹെഡ്സെറ്റ് വെച്ചിരുന്നു. അവരിൽ നിന്ന് തനിക്കൊന്നും നേടുവാനില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവന് ഹെഡ്സെറ്റ് ചെവിയിലേക്ക് തിരുകി ഒരു തമിഴ് പാട്ടിട്ടു. ഓരോ സ്റ്റേഷനും താണ്ടി ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഹെഡ്സെറ്റ് പാട്ടും കൈപ്പിടിയിൽ തൂങ്ങി നിൽക്കുമ്പോഴാണ് റാമിൻ്റെ പിന്നിൽ നിന്നും ആരോ തോളിൽ തട്ടിയത്. അവൻ നോക്കുമ്പോൾ ഒരു സ്ത്രീ മുല്ലപ്പൂ വെച്ച് തന്നെ നോക്കുന്നു. കടും ചുവപ്പ് നിറത്തിൽ ചുണ്ടിൽ ചായം തേച്ചിരുന്നു. അവൻ സംശയത്തോടെ ഹെഡ്സെറ്റ് കാതിൽ നിന്ന് ഊരി. ആറുവാണി അവർ വിളിച്ചു. നാട്ടിൽ സ്ത്രീകൾ തമ്മിൽ വഴക്കിടുമ്പോൾ തെറിയുടെ കൂട്ടത്തിൽ ഈ പേര് വിളിക്കുന്നത് ചെറുപ്പത്തിലൊക്കെ റാം പലതവണ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ ഒരു കാരണവുമില്ലാതെ തന്നെ തെറി പറയുകയാണെന്ന് കരുതി അവൻ അല്പം കൂടെ മുന്നിലേക്ക് മാറി നിന്നു. ഹേ ആറുവാണി! അവർ വിടാൻ മട്ടില്ലാത്ത തരത്തിൽ വീണ്ടും അവൻ്റെ തോളിൽ തട്ടി. ഞാൻ ആറുവാണിയല്ലെന്ന തരത്തിൽ തല കുലുക്കിയിട്ട് അവൻ വീണ്ടും മുന്നോട്ട് കയറി നിന്നു. താൻ ആറുവാണിയാ കാസ്താ കണ്ണാ, അവർ പറഞ്ഞു. ഇതെന്ത് കൂത്ത്, സ്വയം തെറി പറയുന്നോ, അതും കാശ് കിട്ടാൻ? റാം മനസ്സിലോർത്തു. കണ്ണാ, നീ ரொம்ப അഴകാ ഇருக்கு, ദാടി എനിക്ക് ரொம்ப പിടിച്ചു പോച്ച്. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അവൻ്റെ താടിയിൽ വിരൽ കടത്തിയ ശേഷം കയ്യിലെ മസിലുള്ള ഭാഗത്തേക്ക് അമർത്തിക്കൊണ്ട് അവർ പറഞ്ഞു. മറ്റുള്ളവരുടെ മുന്നിൽ താൻ പരിഹാസനാവുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ റാം ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും കൈയിട്ട് നോക്കി. എൻ്റെ കയ്യിൽ ഇത്രയുള്ളൂ. ബസ്സിലെയും ട്രെയിനിലെയും ടിക്കറ്റ് എടുത്തതിൻ്റെ മിച്ചമുണ്ടായിരുന്ന 20 രൂപയുടെ നോട്ട് അവൻ കാണിച്ചു. ഉടൻ അവരത് വാങ്ങി ബ്ലൗസിനുള്ളിൽ ഇട്ടുവെച്ച് ഇരുകൈയും നെറുകയിൽ വെച്ച് അനുഗ്രഹിച്ച് അടുത്തയാളുടെ അരികിലേക്ക് പോയി. മലയാളിയാണോ? അടുത്ത കൈപ്പിടിയിൽ തൂങ്ങി നിന്നിരുന്ന ഒരു ചേട്ടൻ ചോദിച്ചു. അതെ, ആറുവാണി എന്ന് വെച്ചാൽ ഹിജറകൾ എന്നാണ് അർത്ഥം. അവർ അങ്ങനെയൊക്കെ പറയുമെന്ന് വെച്ച് നമ്മൾ കാശൊന്നും കൊടുക്കാൻ നിൽക്കരുത്. എല്ലാം ഫ്രോഡുകളാണ്. മോൻ ഇവിടെ പുതിയതാണോ? അതേ ചേട്ടാ, ഞാൻ ആദ്യമായാണ് ഇങ്ങനെയുള്ളവരെ ഇത്രയും അടുത്ത് കാണുന്നതും സംസാരിക്കുന്നതുമൊക്കെ. പിന്നെ ഇപ്പോൾ വന്ന പെണ്ണിനെ കണ്ടാൽ അങ്ങനെ തോന്നിയില്ലല്ലോ. ചിലരെ കണ്ടാൽ 9 ആണെന്ന് തോന്നില്ല.
ചെന്നൈയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഏറ്റവും കൂടുതൽ ഭിക്ഷക്കാരും ഇതേപോലുള്ള ആറുവാണികളുമാണുള്ളത്. അങ്ങോട്ട് നോക്ക്. ടി നഗർ സ്റ്റേഷൻ ടി നഗർ സ്റ്റേഷനിൽ വണ്ടി നിർത്തുന്നതിനിടയിൽ അയാൾ ഒരു ബെഞ്ചിലേക്ക് കൈ ചൂണ്ടി. അവിടെ ആണുങ്ങൾ പെൺവേഷം കെട്ടിയതുപോലെയുള്ള കുറച്ചുപേർ ചിരിയും കളിയുമായി സല്ലപിച്ചിരിക്കുന്നു. കണ്ടോ, ഇതുപോലുള്ള ഓരോ സ്റ്റേഷനിലും ഉണ്ടാകും അവരുടെ കൂട്ടക്കാർ. ഇനി ഇങ്ങനെയുള്ളവർ വരുമ്പോൾ പൈസ കൊടുക്കാൻ നിൽക്കരുത്, കേട്ടല്ലോ. ഞാൻ ദേ ഇവിടെ ഇറങ്ങുക. അയാൾ ഉപദേശം നൽകി നടന്നകന്നു. 1 മിനിറ്റ് നിർത്തിയ ശേഷം ട്രെയിൻ വീണ്ടും നീങ്ങി തുടങ്ങി. റാം ഒരിക്കൽ കൂടി ആ ബെഞ്ചിലിരിക്കുന്ന ആറുവാണികളെ സ്വയം വിളിക്കുന്നവരെ നോക്കി. തിരക്കിനിടയിലും അവർ അവരുടേതായ ലോകം തീർത്തിരുന്നു. ആ ലോകത്ത് അവരുടെ കളിച്ചിരികളും സന്തോഷ നിമിഷങ്ങളും മാത്രം. ഒടുവിൽ നുങ്കമ്പാക്കത്ത് ട്രെയിൻ ഇറങ്ങി അതിവേഗത്തിൽ നടന്ന് കോളേജ് എത്തിയപ്പോഴേക്കും സമയം 9:30 അടുത്തു. മുകളിലേക്കുള്ള പടിക്കെട്ടുകൾ ഓടിക്കയറുന്ന സമയത്ത് റിസപ്ഷനിൽ ഇരിക്കുന്ന പെണ്ണ് പുരികെ ചുളിച്ച് അവനെ ഒന്ന് നോക്കി. ഈ സാധനത്തിന് രാവിലെ ആദ്യമായി ഒരാളെ കണ്ടാൽ ഒന്ന് ചിരിച്ചൂടെ? സ്വയം പിറുപിറുത്തുകൊണ്ട് 3-ാം നിലയിലെ തൻ്റെ അവൻ ക്ലാസ്സിലെത്തി പിന്നിലെ സീറ്റിലേക്കിരുന്നതും ശിവസാർ ക്ലാസ്സിലേക്ക് കയറി വന്നതും ഒരേ നിമിഷത്തിലായിരുന്നു. വാട്ട് എ ടൈമിംഗ് മച്ചാ, നീ ഗെറ്റ്, വെൻട്രി പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഓൾ. ഒരു നല്ല ഫിലിം മേക്കർ ബേസിനായി വേണ്ടത് കൃത്യമായ സമയനിഷ്ഠയാണ്. അതിൽ നിങ്ങളെല്ലാവരും പെർഫെക്റ്റ് ആണ്. സാർ അത് പറയുമ്പോൾ റാമിൻ്റെ കിതപ്പ് ഒരു വിധത്തിൽ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് തലേന്നേ പോലെ ഹോട്ടലിലേക്ക് പോകുവാൻ തുടങ്ങിയ റാമിനെ വെൻട്രിയും രേഷ്മയും ചേർന്ന് മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതേത് ഹോട്ടലാ? കോളേജിൻ്റെ ഇങ്ങേ തെരുവിൽ ജയലളിതയുടെ പടം വെച്ചിരുന്ന ഒരു കെട്ടിടത്തിന് മുന്നിൽ എന്നുകൊണ്ട് റാം ചോദിച്ചു. ഇതാണ് അമ്മ ഉണവകം. രാവിലെ 7 മണി മുതൽ 10 മണി വരെ 1 രൂപയ്ക്ക് ഇഡലി, 5 രൂപയ്ക്ക് പൊങ്കൽ, സാമ്പാർ, സാദം, ലെമൺ റൈസ്, കറിവേപ്പില സാദം, തൈര് സാദം എന്നിവയും വൈകിട്ട് 6 മണി മുതൽ രാത്രി 9 മണി വരെ 3 രൂപയ്ക്ക് 2 വീതം ചപ്പാത്തിയും പരിപ്പുകറിയും കിട്ടും. രേഷ്മ ഒരു ടൂർ ഗൈഡിനെ പോലെ പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ഒരു സംരംഭകത്തെ പണ്ടെങ്ങോ പത്രത്തിൽ വായിച്ചതായി റാം ഓർത്തു. ഒരു വലിയ ഹാൾ പോലെ തോന്നിച്ച ഭക്ഷണശാലയിലേക്ക് കയറിയപ്പോൾ കോളേജിലെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. കുറേ പേർക്ക് ഒന്നിച്ചു നിന്ന് കഴിക്കാൻ പറ്റുന്ന തരത്തിൽ വൃത്തിയിലുള്ള സ്റ്റീൽ ടേബിള് ചുറ്റും കുറേ ആളുകൾ നിന്ന് കഴിക്കുകയും മറ്റു ചിലർ ഭിത്തിയോട് ചേർന്നിരുന്ന സ്ലാബുകളിൽ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. റാം നോക്കുമ്പോൾ റിസപ്ഷനിലെ പെണ്ണ് ആരൊക്കെയോ ആയി തല്ലും പിടിച്ച് ഇടിച്ചു കയറി തൈരുസാദവും വാങ്ങി വരുന്നത് കാണാം. മൂദേവി. രേഷ്മ അവളെ കണ്ടതും പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. മച്ചാ, ഇന്ന. വെൻട്രി ഒരു വശത്തു നിന്നും സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് റാമിനും രേഷ്മയ്ക്കും കൊടുത്തു. 3 പേരും 20ഓളം ആളുകൾ വരുന്ന നീണ്ട ക്യൂവിന് പിന്നിലായിരുന്നു. എന്താ ഞാനിപ്പോൾ കഴിക്കുക? റാം സ്വയം ചോദിച്ചു. മച്ചാ, നീ തേവടിയാ കഴിക്കേ. തേവടിയാരോ? അതെന്ത് സാധനമാ? അതൊരു സൂപ്പർ സാധനമാണ് മച്ചാ. ബിരിയാണി പോലെ ഇരിക്കും. 5 രൂപയേ ഉള്ളൂ. ആ വിളമ്പാൻ നിൽക്കുന്ന അക്കയോട് ചോദിച്ചാൽ മതി, ചൂടോടെ കിട്ടും. റാം ചോദിക്കല്ലേ, നല്ല അടി കിട്ടും. രേഷ്മ വെൻട്രിയുടെ കയ്യിൽ നുള്ളിയിട്ട് അടക്കം പറയും പോലെ അതിൻ്റെ അർത്ഥം റാമിന് പറഞ്ഞു കൊടുത്തു. പട്ടി. റാം സ്റ്റീൽ പാത്രം കൊണ്ട് വെൻട്രിയുടെ തലക്കിട്ട് കൊട്ടുകൊടുത്തു. നാടകത്തിൽ സിമ്പൽ അടിക്കും പോലെ ആ ശബ്ദം ഹാളിലായി മുഴങ്ങിക്കേട്ടു. പാത്രം അടിച്ച് ചുളുക്കിയാൽ 50 രൂപ വാങ്ങിക്കും, കേട്ടല്ലോ. വിളമ്പാൻ നിന്നിരുന്ന അക്ക വിളിച്ചു പറഞ്ഞു. അത് കേട്ട ശേഷം അവർ മൂന്നും പരസ്പരം ഒന്നും തന്നെ മിണ്ടിയില്ല. പൂച്ചക്കുട്ടികളെ പോലെ ഭക്ഷണവും കഴിച്ച് പെട്ടെന്ന് തന്നെ അവർ വെളിയിലേക്ക് ഇറങ്ങി. ആദ്യമായാണ് റാം കോളേജിനരികിലെ തെരുവിലൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ചുറ്റുപാട് സസൂക്ഷ്മം നിരീക്ഷിച്ചു. 3 അടി സ്ഥലം കിട്ടിയാൽ അവിടെ ഒരു കട തുടങ്ങാൻ കഴിയും. അത്രയും കടകളുണ്ട് നുങ്കമ്പാക്കം തെരുവിൽ. അതിനിടയിൽ ഹിന്ദു ദൈവങ്ങളുടെ പ്രതിഷ്ഠകളും അനവധി. റോഡിൻ്റെ വശങ്ങളിൽ മുഴുവൻ കുറേ കല്യാണങ്ങളുടെയും ബർത്ത്ഡേകളുടെയും ഫ്ലെക്സുകൾ. അതും ഓരോ ഫ്ലെക്സിലും കല്യാണ ചെറുക്കൻ്റെയോ പെണ്ണിൻ്റെയോ ഫോട്ടോയ്ക്കൊപ്പം കുടുംബക്കാരുടെയും സുഹൃത്തുക്കളുടെയും തലകളുടെ ഫോട്ടോകൾ നിരത്തി വച്ചിരിക്കുന്നു.
ഒരു ഫ്ലെക്സ് ഏതറ്റം വരെ ഉപയോഗിക്കാമോ അത്രയും ഉപയോഗിച്ചിട്ടുണ്ട്. അല്പസമയം എവിടേക്കോ ചുറ്റി നടന്ന ശേഷം മൂവരും കോളേജിലേക്ക് തിരികെ പോയി. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വെൻട്രി ബൈക്ക് എടുത്ത് വരുന്നതും കാത്ത് റാം കോളേജിന് മുന്നിൽ നിൽക്കുമ്പോൾ റിസപ്ഷനിലെ പെണ്ണ് പൂമാലയൊക്കെ ഇട്ട ശേഷം ഒരു പഴഞ്ചൻ ലൂണ സ്കൂട്ടറിൽ പാഞ്ഞു പോകുന്നത് കണ്ടു. അവളുടെ പോക്ക് കണ്ടപ്പോൾ ചാവാൻ കിടക്കുന്ന ആരോ വെള്ളം കൊടുക്കാൻ പോകുന്ന പോലെ അവന് തോന്നി. മച്ചാ, നീ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് പോയാൽ മതി, കിടിലൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം, ബൈക്കുമായി വന്ന വെൻട്രി പറഞ്ഞു. ബോയ്സ്, ഞാനുണ്ട്, വാ പോകാം. തൊട്ടു പിന്നാലെ രേഷ്മ അവളുടെ നീല ഫെസിനോ സ്കൂട്ടറുമായി വന്നെത്തി. എന്നെ പെട്ടെന്ന് വിട്ടേക്കണേ, വന്ന് 2-ാം ദിവസം തന്നെ കറക്കം തുടങ്ങിയാൽ ഫ്ലാറ്റിലെ ചേട്ടൻ വല്ലതും പറയും, റാം പറഞ്ഞു. റാം, നീയോ അയ്യപ്പ താങ്കളല്ലേ താമസം? എനിക്ക് കുറച്ചു കഴിഞ്ഞ് പൂനമല്ലി വരെ പോകേണ്ടതുണ്ട്. വെൻട്രിയുടെ താമസ സ്ഥലത്ത് പോയിട്ട് പൂനമല്ലി പോകും വഴിക്ക് നിന്നെ ഞാൻ അയ്യപ്പൻ താങ്കളിൽ ഡ്രോപ്പ് ചെയ്യാം, പോരെ? രേഷ്മ പറഞ്ഞത് കേട്ടതും റാം പിന്നെ ഒന്നും ചിന്തിച്ചില്ല. നേരെ വെൻട്രിയുടെ ബൈക്കിൽ പിന്നിലേക്ക് ചാടിക്കയറി. ഗിണ്ടിയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ കത്തിപ്പാറ എന്ന പേരുള്ള ബ്രിഡ്ജിന്റെ തുടക്കത്തിൽ നിന്നും ഉള്ളിലേക്ക് കിടക്കുന്ന ഒരു വഴിയിലേക്ക് വെൻട്രി ബൈക്ക് ഓടിച്ചു. തിങ്ങി നിറഞ്ഞ വീടുകളിലൂടെ നടുവിലൂടെ സിമന്റ് റോഡുകളിലൂടെ കുറച്ചു ദൂരം അവർ സഞ്ചരിച്ചു. തെരുവിലെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയും ചേച്ചിമാർ താടിക്ക് കയ്യും കൊടുത്തു നിൽക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ ചെയ്യുമായിരുന്നു. അവിടെ ഞരമ്പുകൾ പോലെ പിണഞ്ഞു കിടക്കുന്ന എന്തൊക്കെയോ വഴികളിലൂടെ സഞ്ചരിച്ച ഒടുവിൽ ഒരു ഗേറ്റിന് മുന്നിലെത്തി അവർ നിന്നു. റാം ബൈക്കിൽ നിന്ന് ഇറങ്ങിയതും ഗേറ്റ് വെളിയിൽ ഭംഗിയിൽ വരച്ച ഒരു കോലമാണ് ആദ്യം കണ്ടത്. മതിൽക്കെട്ടിനുള്ളിൽ ചെറിയ മുറ്റമൊക്കെയുള്ള ഒരു പഴയ 2 നില വീട്. മുറ്റത്ത് പടർന്നു പന്തലിച്ച ആര്യവേപ്പും നിറയെ പല ഇനത്തിൽപ്പെട്ട അലങ്കാര ചെടികളുമായിരുന്നു. വീട് 2 നിലയാണെങ്കിലും താഴെ മുകളിലുമായി 2 വീതം മുറികൾ മാത്രമായിരുന്നു ആ വീടിനുണ്ടായിരുന്നത്. 2-ാം നിലയ്ക്ക് മുകളിലുള്ള ടെറസിലായി ഒരു കറുത്ത വാട്ടർ ടാങ്കും കയറ്റി വച്ചിട്ടുണ്ട്. വാട്ടർ ടാങ്കിൽ റാമിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ഉടക്കി നിന്നു. അതിനുള്ളിൽ കയറിയിരുന്ന് ഒരു ടാങ്ക് വൃത്തിയാക്കിയിരുന്നു. കോളേജ് റിസപ്ഷനിൽ ഇരിക്കുന്ന അതേ പെണ്ണ്, മുടി ഉഴിച്ചിൽ കെട്ടിവെച്ച് ഒരു പഴഞ്ചൻ ചെക്ക് ഷർട്ട് വേഷം, മുഖത്താകെ അഴുക്കും പുരണ്ടിരുന്നു. റാം അവളെ നോക്കുന്നത് കണ്ട് ഒരു നിമിഷം അവളും അവനെ രൂക്ഷമായി നോക്കി. എന്നിട്ട് യാതൊരുവിധ ഭാവവ്യത്യാസമില്ലാതെ അവൻ തൻ്റെ ജോലി തുടർന്നു. ഇവളെന്താ ഇവിടെ? റിസപ്ഷൻ പെണ്ണിനെ ലോക്കൽ ലുക്കിൽ വീടിന് മുകളിൽ കണ്ട ഞെട്ടലോടെ റാം ചോദിച്ചു. ആ മൂതയെ പറ്റി എൻ്റെ പട്ടി സംസാരിക്കും. രേഷ്മ വണ്ടിയുടെ മുന്നിലത്തെ ഭാഗം കൊണ്ട് ഗേറ്റ് ഇടിച്ചു തുറന്ന് അകത്തേക്ക് സ്കൂട്ടർ ഓടിച്ചു പോയി. രേഷ്മയുടെ പിന്നാലെ വെൻട്രിയും വീടിന് മുന്നിലുള്ള നീളൻ കാർ ഷെഡിലേക്ക് ബൈക്ക് പാർക്ക് ചെയ്തു. ഷെഡിനുള്ളിൽ പച്ച നിറത്തിലുള്ള പഴയ പ്രീമിയർ പത്മിനി കാർ കിടപ്പുണ്ടായിരുന്നു. അതിനടുത്ത റിസപ്ഷനിലെ പെണ്ണ് പൂമാലയിട്ട ലൂണ സ്കൂട്ടറും. അവരിരുവരും കോലത്തിന് മുകളിലൂടെ വണ്ടി ഓടിച്ചു പോയെങ്കിലും റാം അതിൽ ചവിട്ടാതെ അകത്തേക്ക് കയറി. അപ്പോഴേക്ക് അവൻ്റെ അടുത്ത നോട്ടം 2-ാം നിലയുടെ മുകളിൽ നിൽക്കുന്ന റിസപ്ഷനിസ്റ്റായ പെണ്ണിലേക്കായിരുന്നു. പാട്ടി, ആ മോട്ടർ ഓണാക്ക്. ആ സമയത്ത് മുകളിൽ നിന്നും അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദേ സ്വിച്ച് ഇടുക. അകത്തു നിന്നും മറ്റൊരു സ്ത്രീയുടെ ശബ്ദം മറുപടിയായി കേട്ടു. ആ മതി മതി, ഇനി മോട്ടർ ഓഫാക്ക്, ടാപ്പ് ഓൺ ചെയ്വയ്ക്ക്. ഓക്കെ, ഡീൽ. ആ മറുപടിയും പറഞ്ഞുകൊണ്ട് ഒരു വയസ്സായ സ്ത്രീ വാതിലിൻ്റെ കർട്ടൻ മാറ്റി വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് സിറ്റ് ഔട്ടിലേക്ക് വാഷ് ബേസിലെ ടാപ്പ് തുറന്നു വെച്ചു. ടാപ്പിലൂടെ കലങ്ങിയ നിറമുള്ള വെള്ളമൊഴുകി. ഓയ് ചിന്ന പെണ്ണേ! വെൻട്രി അവരെ കണ്ടതും കളിയാക്കുന്ന രീതിയിൽ നീട്ടി വിളിച്ചു. റാം അവരെ അടിമുടി ഒന്ന് സ്കാൻ ചെയ്തു നോക്കി. നഴ്സറി ക്ലാസ്സിലെ പെൺകുട്ടികളെ എന്ന പോലെ മുടി തോള് വരെ ബോയ് കട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. കോലുള്ള പോലെയുള്ള മുടിയാണെങ്കിലും നര കയറുവാൻ ഒരിഴ പോലും മിച്ചമുണ്ടായിരുന്നില്ല. മുടിയിഴകൾ നര കയറിയാൽ അത്രയും വെളുക്കുമോ എന്ന് സംശയിച്ചു പോകുന്ന അത്ര വെളുപ്പു നിറം, വലിപ്പമുള്ള കണ്ണുകൾ. ഫ്രെയിമിൻ്റെ കണ്ണാടി കൂടി വെച്ചപ്പോൾ അവരെ കാണാൻ കൂടുതൽ ഭംഗിയുണ്ടായിരുന്നു. കാതുകളിൽ വലിപ്പം കുറഞ്ഞ തരത്തിൽ ജിമിക്ക് കമ്മൽ തൂങ്ങിയാടി. ഇടയ്ക്കിടെ പൊക്കി കളിക്കുവാൻ പറ്റിയ രീതിയിലുള്ള വില്ല് പോലെയുള്ള ഉയർന്ന പുരികങ്ങളും വെളുത്തു തന്നെ കാണപ്പെട്ടു. മാമ്പഴത്തിന് മഞ്ഞ നിറമുള്ള ഒരു സാരിയായിരുന്നു വേഷം.
അവർക്ക് ഏകദേശം 70 വയസ്സായെങ്കിലും പ്രായമുണ്ടായിരിക്കുമെന്ന് റാം കണക്കുകൂട്ടി. നോട്ടത്തിൽ അല്പം വ്യത്യാസമുണ്ടെങ്കിലും മുകളിൽ നിൽക്കുന്ന റിസപ്ഷനിസ്റ്റ് അമ്മച്ചിയുടെ പേരക്കുട്ടിയായിരിക്കുമെന്ന് റാം ഊഹിച്ചു. പാട്ടി, മോട്ടോർ ഓണാക്ക്. മുകളിൽ നിന്ന് വീണ്ടും അവളുടെ ശബ്ദം ഉയർന്നു കേട്ടു. ആനന്ദി, ഒരുപാട് ഒച്ചയിടാതെ, ആ തേനീച്ചകൾ ഇളകും, പാട്ടി തിരിച്ചു വിളിച്ചു പറഞ്ഞു. റാം നോക്കുമ്പോൾ വാതിൽക്കൽ പടർന്നു പന്തലിച്ചിരുന്ന തളിരിലകളുമായി നിൽക്കുന്ന ആര്യവേപ്പ് മരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ കൊമ്പിൽ ഒരു വലിയ തേനീച്ചക്കൂട് തൂങ്ങി നിൽക്കുന്നത് കണ്ടു. അതും സാമാന്യ വലിപ്പമുള്ള തേനീച്ചകൾ. സാധാരണ ഗവൺമെൻറ് വാട്ടർ ടാങ്കുകളുടെ വശങ്ങളിലുമാണ് അത്തരത്തിലുള്ള വലിയ കാണപ്പെട്ടിട്ടുള്ളത്. ഞാൻ ക്ഷീണിച്ചു. നീ രേഷ്മേ, പോയി ആ മോട്ടർ ഒന്ന് ഓണാക്കി കൊടുക്ക്, പാട്ടി അവരെ മൂവരെയും കണ്ടതും രേഷ്മയെ നോക്കി പറഞ്ഞു. അവൾക്ക് എൻ്റെ പട്ടി മോട്ടോർ ഓണാക്കി കൊടുക്കും, രേഷ്മ എടുത്തടിച്ച പോലെ പറഞ്ഞു. അതിന് അവൾ മാത്രമാണോടി അസത്തെ ആ ടാങ്കിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നത്? നിന്റെ ആങ്ങളെയും കൂടിയല്ലേ? പാട്ടി തിരിച്ചടിച്ചു. ആഹാ, വെറുതെയല്ല. ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് മാസാമാസം 500 രൂപയെ വാങ്ങിക്കുന്നില്ലേ? ഓരോ തവണയും അവൾ നിലത്തിറങ്ങി വന്ന് ഓണാക്കിയിട്ട് പോട്ടെ, വെൻട്രി രേഷ്മയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഇടയ്ക്ക് കയറി പറഞ്ഞു. പാട്ടി, ആ മോട്ടോർ ഒന്ന് ഓണാക്കുവോ? എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. മുകളിൽ നിന്നും അല്പം ദേഷ്യത്തോടെ അവളുടെ ശബ്ദം വീണ്ടും ഉയർന്നു കേട്ടു. പാട്ടി മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ രേഷ്മയെ നോക്കി എന്തോ ചീത്ത പറഞ്ഞുകൊണ്ട് വേഗത്തിൽ അകത്തേക്ക് പോയി മോട്ടോറിൻ്റെ സ്വിച്ച് ഓണാക്കി. ഇനി ഓഫാക്കി ആ ടാപ്പ് തുറന്നു വെക്കി. മുകളിൽ നിന്നും വീണ്ടും നിർദ്ദേശം കേട്ടു. അങ്ങനെ 2-3 വട്ടം ചെയ്ത ശേഷം പാട്ടി അവർക്കരികിലേക്ക് തിരിച്ചെത്തി. അല്ല, ഇതാരാ? റാമിനെ നോക്കി പാട്ടി ചോദിച്ചു. ആ, ഇതാണ് പാട്ടി, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ ഞങ്ങളുടെ ക്ലാസ്സിലെ ആ കേരളക്കാരൻ. ഓ, ശ്രീറാം, നിന്റെ സിനിമ സ്കൂട്ടർ ക്ലാസ്മേറ്റ്, അവർ ഓർത്തെടുത്ത പോലെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ആരാണ്? റാം ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അവർ 3 പേരെയും വീഴ്ച നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് മറുപടി എന്ന പോലെ പാട്ടിയും രേഷ്മയും വെൻട്രിയും പരസ്പരം നോക്കി ചിരിച്ചു. ആ സമയത്ത് മുകളിൽ നിന്നിരുന്ന റിസപ്ഷനിസ്റ്റ് പെണ്ണ് താഴേക്കിറങ്ങിവെന്ന് മുറ്റത്തെ പൈപ്പിൽ കാലു കഴുകുന്ന കണ്ടപ്പോൾ വെൻട്രിയെ രേഷ്മയും ചിരി നിർത്തി. കാലും കൈയും വൃത്തിയാക്കിയ ശേഷം ആരെയും ശ്രദ്ധിക്കാതെ പുറത്തെ അയലിൽ നിന്നും ഒരു മെറൂൺ നിറമുള്ള ടവലെടുത്ത് പുറത്തേക്കുള്ള ബാത്റൂമിലേക്ക് അവൾ വാതിലടിച്ചു. മൂദേവി, രേഷ്മ വീണ്ടും പറഞ്ഞു. പോടി അസത്തെ. റാം, ഇരിക്ക്, ഞാൻ ഇത്തിരി കോഫി എടുക്കാം. രേഷ്മ ഇട്ട് ഒരു നുള്ളും കൊടുത്തിട്ട് പാട്ടി അകത്തേക്ക് പോയി. ഇനിയെങ്കിലും പറയുമോ, ഇവിടെ എന്താ നടക്കുന്നെന്ന്? റിസപ്ഷനിലെ പെണ്ണെന്താ ഇവിടെ? ഈ അമ്മച്ചി ഏതാ? പാട്ടി അകത്തേക്ക് പോയതും റാം അക്ഷമനായി ചോദിച്ചു. ആദ്യം നീ ഇവിടെ ഇരിക്കേ. രേഷ്മ അവനെ സിറ്റ് ഔട്ടിൽ കിടന്നിരുന്ന കസേരയിൽ പിടിച്ചിരുത്തി. റാം, ഈ പാട്ടിയുടെ പേരാണ് കൊലഞ്ചി അമ്മാൾ. ഇത് അവരുടെ വീടാണ്. ഇവിടെയാണ് ഇവൻ പെയിൻ ഗസ്റ്റായി താമസിക്കുന്നത്. ഈ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് അധികം വർഷമായിട്ടില്ല. പാട്ടിയുടെ ആദ്യ വാടക ബാച്ച് ഇവനും അവളുമാണ്. മുകളിലത്തെ 2 മുറികളിൽ ഒന്നിൽ ആ മൂദേവി താമസിക്കുന്നു, ഒന്നിൽ ഈ മണ്ടനും. പിന്നെ പാട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ ആ പെണ്ണും പെയിൻ ഗസ്റ്റാണോ? രേഷ്മ പറയുന്നതിനിടയിൽ റാം ആകാംക്ഷയോടെ ഇടിച്ചു കയറി ചോദിച്ചു. ഞാൻ മുഴുവനും പറയട്ടെ റാം. പാട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ പാട്ടിക്ക് മക്കളില്ല. 4 കൊല്ലം മുമ്പ് ഭർത്താവ് മരിച്ചുപോയി. അദ്ദേഹം മരിച്ചുപോയ ശേഷം പാട്ടിയും ഈ വീടും മാത്രമായി. പാട്ടിയോട് പലരും സ്വന്തം നാടായ തഞ്ചാവൂരിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞെങ്കിലും പാട്ടി അത് കൂട്ടാക്കിയില്ല. 70s താത്തയ്ക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയപ്പോൾ താത്തയോടൊപ്പം മദ്രാസ് പട്ടണത്തിലേക്ക് വന്നെത്തിയാണ് പാട്ടി. പിന്നീട് താത്തയുടെ ശമ്പളത്തിൽ നിന്നും മിച്ചം പിടിച്ച് 2 ആളും കൂടി ആശിച്ചു കെട്ടിയതാണ് ഈ വീട്. പുള്ളിക്കാരനും ഒന്നിച്ച് ഇത്രയും കാലം ജീവിച്ച ഈ വീട്ടിൽ കിടന്നു തന്നെ താനും മരിക്കുമെന്നാണ് പാട്ടിയുടെ ശപഥം. മരിച്ചാൽ താത്തയുടെ ആ കിടക്കുന്ന പഴഞ്ചൻ പത്മിനി കാറിലെ ചുടുകാട്ടിലേക്ക് ബോഡി പോകാവൂ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ആ കാർ ഇപ്പോഴും സർവീസൊക്കെ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത്. ഞാനും ഇവനും ഒരുപാട് തവണ ആ കാർ ഒന്ന് ഓടിക്കുവാനായി ചോദിച്ചതാണ്. പക്ഷേ ആ തള്ള തരില്ല. അവരോടൊപ്പം വരാൻ പറഞ്ഞ് കേൾക്കുകയില്ല.
ഇനി മരിച്ച ശേഷം മാത്രമേ അതിനുള്ളിൽ കയറൂ എന്നാണ് പാട്ടിയുടെ അടുത്ത ശബ്ദം. താത്തയുടെ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് പാട്ടിയുടെ ചെലവുകൾക്കും മറ്റു ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല. പിന്നെ വീടിനുള്ളിൽ വേലക്കാരെയും ആരെയും വെക്കുന്നത് കക്ഷിക്ക് ഇഷ്ടവുമല്ല. ഭക്ഷണമെല്ലാം തനിയെ ഉണ്ടാക്കും. പോരാത്തതിന് രാവിലെ മുതൽ രാത്രി വരെ പല പല വെറൈറ്റി പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആദ്യം അടുത്തുള്ള പിള്ളേർ സെറ്റിലൊക്കെ വിളിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ പിന്നെ ബേക്കറിക്കാർ തിരഞ്ഞു തുടങ്ങി. ഇവിടെ അടുത്തുള്ള ബേക്കറിയിലൊക്കെ കിട്ടുന്ന വെറൈറ്റി സ്വീറ്റ്സൊക്കെ പാട്ടിയുടെ പരീക്ഷണ വിജയങ്ങളാണ്. അതിനിടയിലാണ് ആരോ ഉപദേശിച്ചു കൊടുക്കുന്നത്, ഒറ്റയ്ക്ക് താമസിച്ചാൽ വലുത് സംഭവിച്ചു പോയാൽ ആരെങ്കിലും അറിയുമോ എന്നൊക്കെ. അങ്ങനെയാണ് മുകളിലത്തെ നിലകൾ വാടകയ്ക്ക് കൊടുക്കാൻ കക്ഷി തീരുമാനിച്ചതും. ഏതോ ബ്രോക്കർ മുഖേനയാണ് ആ ആനന്ദി ഇവിടേക്ക് വന്നെത്തുന്നത്. അവൾ ഈ നാട്ടിൽ വന്നത് തന്നെ കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. വന്ന ആദ്യത്തെ ആഴ്ച തന്നെ നമ്മളുടെ കോളേജിലെ റിസപ്ഷൻ ജോലി അവൾ ഒപ്പിച്ചെടുത്തു. എന്നിട്ടും സൈഡായി പണി മോപ്പിക്കാൻ വേണ്ടി മുകളിലിട്ട അടുത്ത മുറി വാടകയ്ക്ക് കൊടുക്കുന്ന പരസ്യം അവൾ ഓൺലൈൻ സൈറ്റിലിട്ടു. അതുകൊണ്ട് അവളെ കോണ്ടാക്ട് ചെയ്താണ് വെൻഡി ഇവിടേക്ക് എത്തുന്നത്. അതിൻ്റെ പേരിൽ വെൻഡിയുടെ കയ്യിൽ നിന്നും പാട്ടിയുടെ കയ്യിൽ നിന്നും ഓരോ മാസത്തെ വാടക തുക അവൾ കമ്മീഷനായി ചോദിച്ചു. പാവം പാട്ടി അത് കൊടുത്തു. വെൻഡിയാണെങ്കിൽ കമ്മീഷനൊക്കെ കൊടുത്ത് അറിഞ്ഞതുകൊണ്ട് അവൾക്ക് കാശൊന്നും കൊടുക്കാൻ പോയില്ല. അന്നു മുതൽ അവൾക്ക് കണ്ണെടുത്ത കണ്ടുകൂടാ. എങ്ങനെയും വെൻഡിയെ ഇവിടെ നിന്ന് കെട്ടിക്കാൻ വേണ്ടി നടക്കുക. അതാകുമ്പോൾ അടുത്തയാളെ കൊണ്ടുവന്നിട്ട് അയാളുടെ കമ്മീഷൻ കാശ് കൂടി കിട്ടുമല്ലോ. 1.5 കൊല്ലമായി കാണും ആ മൂദേവി ഇവിടെ വന്നിട്ട്. തൊട്ടു പിന്നാലെയാണ് മധുരയിൽ നിന്നും സിനിമയെന്നും പറഞ്ഞ് വെൻഡിയും ചെന്നൈക്ക് വരുന്നത്. അവളാണെങ്കിൽ പാട്ടിയെ പാർക്കിലും മാളിലും ബീച്ചിലും ഒക്കെ കൊണ്ടുപോയി മയക്കി വെച്ചേക്കുക. അതിനിടയിൽ തരം കിട്ടുമ്പോഴൊക്കെ ഇവനിട്ട് വല്ല പണികളും വെക്കാറുമുണ്ട്. പിന്നെ ഒരു സമാധാനം എന്തെന്നാൽ അവൾ വെൻഡിയെ പറ്റി എന്തു കുറ്റം പറഞ്ഞു കൊടുത്താലും പാട്ടി അത്ര കാര്യമാക്കാറില്ല. എന്നെയും ഇവനെയും വലിയ കാര്യം ആ പാട്ടിക്ക്. പക്ഷേ അവൾ ഫ്രോഡാണ്. കാശിനു വേണ്ടി എന്തു വേണേൽ ചെയ്യും. ബാക്കി ഞാൻ പറയാം. വെൻഡി രേഷ്മയെ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പിച്ചു. മച്ച, ഞാൻ ഇനി വീട്ടിൽ വരുമ്പോൾ ഇവിടെ മുറ്റമടിക്കാനും കോലം വരയ്ക്കാനുമെല്ലാം ഒരു സാധു സ്ത്രീ വരുമായിരുന്നു. അവരെ അവൾ പറഞ്ഞു വിട്ടു. അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ വാട്ടർ ടാങ്ക് കഴുകുവാനും ഒരാൾ വന്നുകൊണ്ടിരിക്കുന്നതാ. അയാളെയും അവൾ പറഞ്ഞു വിട്ടു. എന്നിട്ട് ആ പണികൾ രണ്ടും അവൾ അങ്ങ് ചെയ്തു തുടങ്ങി. എന്നിട്ട് വാടക ഇനത്തിൽ അതിൻ്റെ കൂലി കുറച്ചേക്കെന്ന് പാട്ടിക്ക് കൊടുത്തു. സത്യം പറഞ്ഞാൽ അവൾ ഇവിടെ ഓസിന് ജീവിക്കുന്നു, രേഷ്മ കൂട്ടിച്ചേർത്തു. അറാം, ഇവർ പറയുന്നതൊന്നും വിശ്വസിക്കല്ലേ. ഇവർക്ക് രണ്ടാക്കും അവളോട് കടുത്ത അസൂയയാണ്. പാട്ടി 3 കപ്പുകളിലായി കോഫിയും കൊണ്ട് ഉമ്മറത്തേക്ക് വന്നു പറഞ്ഞു. ശേഷം 3 ആൾക്കും കോഫി കപ്പ് കൊണ്ട് പറഞ്ഞു, അവൾ ഒരു നല്ല പെൺകുഞ്ഞാ, സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നവൾ. ഒരു ബ്രോക്കർ വഴിയാണ് 1 കൊല്ലം മുമ്പ് അവൾ ഇവിടേക്ക് വരുന്നത്. വീട് വാണിയമ്പാടി എന്ന ഗ്രാമത്തിലാണ്. സത്യത്തിൽ അവൾ വന്നതിനു ശേഷമാണ് ഞാൻ ജീവിതം വീണ്ടും ആസ്വദിച്ചു തുടങ്ങിയത്. ഇവരെ രണ്ടാളെ പോലെയല്ല. സമയം കിട്ടുമ്പോഴെല്ലാം എന്നെ അവൾ പുറത്തേക്ക് കൊണ്ടുപോകും. ഇവനും ഇവൾക്കും ദേഷ്യം എന്തെന്നാൽ നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഫിലിസ് സ്കൂളിലേക്ക് ഇവൾ രണ്ടാക്കും അഡ്മിഷൻ കിട്ടാനായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ അവളോട് ഇവർ പറഞ്ഞു. അതും പെട്ടെന്നൊരു ദിവസം അവളോട് വലിയ അടുപ്പമൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു നാടകത്തിലൂടെ. അവൾ അപ്പോഴേ ഇവരോട് നോ പറഞ്ഞു. അതാണ് ഇവർക്ക് അവളോട് ഇത്രയും ദേഷ്യം. പാട്ടിയുടെ സൈഡ് പറഞ്ഞു. സാധാരണ നോ അല്ല മച്ച, നിനക്കൊക്കെ നാണമില്ലേ കുറുക്കു വഴിയിലൂടെ ഓരോന്നും നേടാൻ? നീയൊക്കെ എത്ര ശ്രമിച്ചാലും ഈ ജന്മത്തെ അവിടെ അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. ആങ്ങളെയും പെങ്ങൾ കൂടി ഒരു നാണമില്ലാതെ കാര്യം സാധിക്കാൻ വേണ്ടി നാടകവുമായി വന്നേക്കുന്നു. ഫോ, ഇത്രയും നീണ്ടനോ? വെൻഡി ആ സന്ദർഭം ഓർമ്മിച്ചെടുത്തു. എന്നിട്ടെന്താ, ആ വാശിക്ക് രണ്ടാളും അവിടെ തന്നെ അഡ്മിഷൻ എടുത്തു. അവളെ കൊണ്ട് ഗുണമല്ലേ ഉണ്ടായത്? പാട്ടി ആവശ്യത്തോടെ പറഞ്ഞു. അയ്യടി, ആ മൂദേവിയെ ഒരുപാട് വൈറ്റ് വാഷ് അടിക്കല്ലേ കിളവി. അങ്ങയുടെ ചിറ്റപ്പൻ ADMK പാർട്ടിയിലായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. അത് കേട്ടപ്പോൾ രാം അമ്പരപ്പോടെ ഇരുവരെയും നോക്കി.
ഓഹോ, അപ്പോൾ രണ്ടാളും റെക്കമെൻഡേഷൻ ക്വാട്ടയാണല്ലേ. കൊള്ളാലോ ആങ്ങളെയും പെങ്ങളും, റാം അവരെ കളിയാക്കും പോലെ പറഞ്ഞു. ആ സമയത്ത് ആനന്ദി കുളി കഴിഞ്ഞിറങ്ങി ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. ടവൽ അയലിൽ വിരിച്ച ശേഷം അവൾ മുകളിലേക്ക് ധൃതിയിൽ പടികൾ കയറിപ്പോയി. ഇവൾക്കെന്താണ് ഇപ്പോഴും ഇത്ര ധൃതി? കോളേജിൽ നിന്നും റോക്കറ്റ് വിക്ഷേപിച്ച പോലെയാണ് വണ്ടിയിൽ പോകുന്നത്. റാം അവളുടെ പോക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ ഒരു നിമിഷം വെറുതെ ഇരിക്കില്ല റാം. കാശ് കാശ് കാശ്, അത് മാത്രമാണ് അവളുടെ ചിന്ത. ഫ്ലാറ്റ് വിൽക്കും, സ്ഥലം വിൽക്കും, പച്ചക്കറിയും പൂവും ഒക്കെ ലേലത്തിൽ പിടിച്ച് ചെറുകടകൾക്ക് വിൽക്കും. വാഹനങ്ങൾ ഉൾപ്പെടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും ബ്രോക്കർ പണികൾ ചെയ്യും. ചെന്നൈയിൽ ഒരാൾ എന്തൊക്കെ ജോലി ചെയ്ത് സമ്പാദിക്കാമോ ആ വഴികളിലൂടെയൊക്കെ അവൾ സമ്പാദിക്കും. പോരാത്തതിന് മുടിഞ്ഞ പിശുക്കും. റാം അവളുടെ കയ്യിലിരിക്കുന്ന ഫോൺ കണ്ടിട്ടുണ്ടോ? എവിടെ നിന്നോ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയ റബ്ബർ ബാൻഡൊക്കെ ചുറ്റിക്കെട്ടിയ ഒരു കീപാഡ് മൊബൈലാണ്. നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർ ആരെങ്കിലും ആ കാലത്ത് ഇതൊക്കെ ഉപയോഗിക്കുമോ? 2500 രൂപ കൊടുത്താൽ ഒരു ടച്ച് ഫോൺ കിട്ടില്ലേ? പിന്നെ ആ പൊട്ട ലൂണ വണ്ടി, അത് കണ്ടാൽ ഓടുമെന്ന് ആരെങ്കിലും പറയുമോ? എന്നിട്ടതിൽ പൂമാലയിട്ട് വെച്ചേക്കുന്നു. രേഷ്മ കാർ ഷെഡിലിരിക്കുന്ന ആനന്ദിയുടെ ലൂണയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ പിശുക്കൊന്നുമല്ല, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സിമ്പതി പിടിച്ചു പറ്റി ഓരോ ബിസിനസ് നടത്തേക്കാവുന്ന അടവാ. കാണാൻ അല്പം സ്വല്പം ഭംഗിയൊക്കെ ഒരുത്തി. ഇമാതിരിയൊക്കെ നടന്നാൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാം. ഇവൾ ഉറപ്പായും MBA പഠിച്ചിട്ടുണ്ട്, വെൻട്രി പറഞ്ഞു. വെൻട്രിയെ രേഷ്മയും ആനന്ദിയെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ റാം മാറി മാറി കേട്ടുകൊണ്ടിരുന്നു. പാട്ടി, നീ ഇതൊക്കെ എന്തു വേണേലും പറഞ്ഞോ? നല്ല ഭാവത്തിൽ പുറത്തേക്കും നോക്കി അവരെ ശ്രദ്ധിക്കാത്ത മട്ടിലിരുന്നു. നിങ്ങൾ നോക്കിക്കോ തള്ളേ, ഒരു ദിവസം നിങ്ങളെ തല്ലിക്കൊന്ന് ഈ വീടും കൊള്ളയടിച്ച് അവൾ ഒരു പോക്ക് പോകും. രേഷ്മ ആ പാട്ടിയുടെ ആ ഇരിപ്പ് കണ്ട് കൂട്ടിച്ചേർത്തു. ആ സമയത്ത് ആനന്ദി മുകളിൽ നിന്നും ആരോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. മഞ്ഞ നിറത്തിലെ കുർത്ത മോഡൽ ചുരിദാറായിരുന്നു വേഷം. പാട്ടി, കൃത്യം 9 മണി. അവൾ തിരികെ വരുന്ന സമയം പറഞ്ഞിട്ട് അതിവേഗത്തിൽ ലൂണ ഓടിച്ച് പുറത്തേക്ക് പോയി. റാം വാച്ചിലേക്ക് നോക്കുമ്പോൾ സമയം 5 മണിയാകുന്നു. അയ്യോ, ലേറ്റായി, വാ നമുക്ക് പോകാം, അവൻ ധൃതി കൂട്ടി. ശനിയാഴ്ച ഇങ്ങോട്ട് വരുവോ? രേഷ്മയും കാണും, നല്ല ഫുഡ് കഴിക്കാം. അവനും രേഷ്മയും ഇറങ്ങാൻ നേരത്ത് പാട്ടി റാമിനോട് ചോദിച്ചു. തീർച്ചയായും വരാം പാട്ടി, അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വെൻട്രിയോടും പാട്ടിയോടും ബൈ പറഞ്ഞ് അവരിരുവരും പുറത്തേക്ക് വണ്ടി ഓടിച്ചു പോയി. റാം ആയിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. റോഡിൽ നല്ല തിരക്കുള്ളതിനാലും ചെന്നൈയിലെ റോഡുകൾ അത്ര പരിചയമില്ലാത്തതിനാലും തീരെ പതിയെയാണ് അവൻ പോയിക്കൊണ്ടിരുന്നത്. ഓരോ ജംഗ്ഷനിൽ എത്തുമ്പോഴും രേഷ്മ പിന്നിലിരുന്ന് അവന് വഴി പറഞ്ഞു കൊടുത്തിരുന്നു. ഗിണ്ടി കഴിഞ്ഞുള്ള ട്രാഫിക് സിഗ്നൽ വണ്ടി നിർത്തി പച്ച സിഗ്നൽ വരുവാനായി കാത്തിരുന്ന റാം ഒരു കാഴ്ച കണ്ടു. ആനന്ദിയുടെ വണ്ടി ഇപ്പോൾ ഗ്രീൻ സിഗ്നൽ കാട്ടിയ റോഡിലൂടെ വളരെയധികം സാവധാനത്തിൽ കടന്നു പോയിക്കൊണ്ടിരുന്നു. ആനന്ദി ദേവിമാരുടെ കണക്കെ തലയിൽ ഒരു കിരീടം വച്ചിരിക്കുന്നതോടൊപ്പം തുമ്പിക്കൈ വണ്ണത്തിലുള്ള ഒരു റോസാപ്പൂമാലയും കഴുത്തിലിട്ടിരുന്നു. വണ്ടിയുടെ മുന്നിലായി അവൾക്കൊപ്പം ഉയരമുള്ള ഒരു വലിയ നിലവിളക്ക് അവളുടെ തോളിലേക്ക് ചാരി വെച്ചിരുന്നു. വണ്ടിയുടെ പിന്നിലേക്ക് നീളത്തിൽ വണ്ടിക്ക് സമാന്തരമായ ഇരുവശത്തേക്കും ഇടത്തരം വലിപ്പമുള്ള വാഴത്തൈകൾ കെട്ടിവെച്ചിരിക്കുന്നു. അവളുടെ ഇലകൾ പത്രപ്പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടെങ്കിലും പകുതിയോളം പുറത്തേക്ക് നീണ്ടുകിടപ്പുണ്ടായിരുന്നു. പിൻ സീറ്റിൽ കയറിക്കൊണ്ട് കെട്ടിയ തരത്തിൽ 2 വാഴക്കുലകളും അതിനു മുകളിൽ ഒരു കുട്ടയും കയറ്റി വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ പിൻവശത്തെ കമ്പിൽ 2 കുല കരിക്ക് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. ആനന്ദിയുടെ വണ്ടി കടന്നു പോകുന്ന വഴിയിൽ നിന്നിരുന്ന ട്രാഫിക് പോലീസുകാരൻ ഉൾപ്പെടെ റോഡിൻ്റെ വശങ്ങളിൽ ഇരുന്നവരും റോഡിലൂടെ പോയിക്കൊണ്ടിരുന്ന മറ്റു വാഹനങ്ങളും ആളുകൾ അവർ കടന്നുപോയപ്പോൾ ആശ്ചര്യത്തോടെ അവളെ വണ്ടിയെയും മാറി മാറി നോക്കി. രേഷ്മയെ നോക്ക്, ദേ ആനന്ദി പോകുന്നു. റാം അവളെ വിളിച്ച് ആ കാഴ്ച കാണിച്ചു കൊടുത്തു. കിരീടവും മാലയും നിലവിളക്കും വാഴയുമൊക്കെയായി റോഡിലൂടെ പോകുന്ന അവളെയും കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന പരിസരത്തെ ആളുകളെയും കണ്ട് രേഷ്മ വാ പൊളിച്ചു പോയി. ഇവളുടെ തലക്കെട്ടി സമ്മതിക്കണം, റാം ആശ്ചര്യത്തോടെ പറഞ്ഞു.
റാം തിരികെ ഫ്ലാറ്റിലെത്തുമ്പോൾ കിരൺ പതിവ് പോലെ ബാൽക്കണിയിൽ പരിസരങ്ങളും നിരീക്ഷണത്തിലും ബിനീഷേട്ടൻ മുറിയിലിരുന്ന് എന്തോ ഓൺലൈൻ ജോലികൾ ചെയ്യുമായിരുന്നു. അവൻ നാട്ടിലേക്ക് വിളിച്ച് അമ്മയോട് അല്പനേരം സംസാരിച്ച ശേഷം ഫ്രഷ് ആകുവാൻ ബാത്റൂമിലേക്ക് കയറി. രാത്രിയിൽ ഹാളിലായി നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് റാം പാട്ടിയെ പറ്റിയും ആനന്ദിയെ പറ്റിയുമുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു. ആ ചേച്ചി എന്തിനായിരിക്കും കിരീടവും വാഴയും നിലവിളക്കുമൊക്കെയായി പോയത്? കിരൺ സംശയങ്ങൾ ചോദിച്ചു. അവൾ എല്ലാ പരിപാടിക്കും പിടിക്കുമെന്നല്ലേ പറഞ്ഞത്? ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായ പോലുള്ള ചെറിയ ചടങ്ങിൻ്റെ വല്ല പരിപാടിയും പിടിച്ചതാവും, ബിനീഷേട്ടൻ പറഞ്ഞു. ഞാൻ ആലോചിക്കുന്നത് ആ വാഴകളെ പറ്റിയാണ്. എന്തിനാണ് മണ്ണിൽ നിന്നും അവയെ പിഴുതെടുത്ത് വല്ല ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലോ വീട്ടുമുറ്റത്തോ ഒക്കെ കൊണ്ടുപോയി വെക്കുന്നത്? കിരൺ തൻ്റെ ആശങ്ക ഉന്നയിച്ചു. ഓ, നിന്റെ അച്ഛന് അന്നു രാത്രി ഒരു വാഴ വെച്ചാൽ പോരായിരുന്നോ? ബിനീഷേട്ടൻ നിർവികാരനായി പറഞ്ഞു. എല്ലാ കാര്യത്തിലും വ്യത്യസ്തമായ അങ്കിൾ കണ്ടുപിടിക്കുന്ന നിന്റെ കാഴ്ചപ്പാട് അപാരം തന്നെ കിരണേ. റാമും അവനെ പരിഹസിച്ചു. മാതാപിതാക്കളുടെ കാവത്തെ വാഴ കൃഷിയുമായി കൂട്ടി വായിക്കുന്ന പരിഷ്കൃത സമൂഹത്തോട് എനിക്ക് പുച്ഛമാണ്. അൻപില്ലാത്തവനോട് തുമ്പുകെട്ടിയത് അറിവില്ലാത്തവൻ്റെ പോഷത്വം. അച്ഛനെ കുത്തിയ കാള ചെറുക്കനെയും കുത്തും. അത് പറഞ്ഞിട്ട് ആഹാരം കഴിച്ച് പ്ലേറ്റുമെടുത്ത കിരൺ അടുക്കളയിലേക്ക് നടന്നുപോയി. അവൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ബിനീഷേട്ടനും റാമും പരസ്പരം കണ്ണുമിഴിച്ചു. ഏകദേശം 10 മണി ആയപ്പോഴേക്ക് മൂവര് ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ ഗിണ്ടിയിൽ നിന്നും റാം ട്രെയിൻ കയറി കോളേജിലേക്ക് പോകുന്ന വഴിക്ക് തലേന്ന് കണ്ട അതേ ഹിജഡ അവൻ കയറിയ അതേ കമ്പാർട്ട്മെൻറ്റിൽ ആളുകളോട് പണം ചോദിച്ച് നടപ്പുണ്ടായിരുന്നു. റാം അവരെ കണ്ട മാത്രയിൽ കൈപ്പിടിയിൽ തൂങ്ങി നിൽക്കുന്ന മറ്റൊരാളുടെ മുന്നിലേക്ക് മറഞ്ഞു നിന്നു. പക്ഷേ കൃത്യമായി അവൾ റാമിനെ കണ്ടുപിടിച്ചു. കണ്ണാ, നീയാ? കാസ്കോഡ്. നിലത്തേക്ക് നോക്കി നിന്നിരുന്ന റാമിൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു. എന്നിട്ടും അവൻ അവരെ നോക്കാതെ നിലത്തു തന്നെ നോക്കി നിന്നു. പക്ഷേ അവർ വിടാൻ മട്ടില്ലാത്ത രീതിയിൽ വീണ്ടും വീണ്ടും അവന് തൊടുകയും മുടിയിൽ തലോടുമൊക്കെ ചെയ്തപ്പോൾ ആളുകളും പലരും ചിരിച്ചു തുടങ്ങിയപ്പോൾ റാം അവരെ ദേഷ്യത്തോടെ നോക്കി. കാശ് തരാൻ പറ്റില്ല, പോയിട്, അവൻ കടുപ്പത്തിൽ പറഞ്ഞു. എങ്കിൽ ഞാൻ വാങ്ങിയിട്ടേ പോകുന്നുള്ളൂ. അതും പറഞ്ഞുകൊണ്ട് അവൾ അരോചകമായ രീതിയിൽ അവൻ്റെ കാതുകൾക്കരികിൽ കൈവളകൾ തമ്മിൽ കൂട്ടിയിടിച്ച് തുടരെ തുടരെ ശബ്ദമുണ്ടാക്കി. ചുറ്റുമുള്ളവർ കാഴ്ചക്കാരെ പോലെ മാറി മാറി നോക്കി. ആരും ഒന്നും തന്നെ മിണ്ടില്ല. എല്ലാവരുടെയും മുഖത്ത് അവനായി, അവൻ്റെ പാടായി എന്ന ഭാവമായിരുന്നു. കണ്ണാ, കാശ് താടാ. അവർ വീണ്ടും റാമിൻ്റെ ശരീരത്തിൽ തഴുകിയപ്പോൾ അവരവരുടെ കൈ പിടിച്ച് ഒറ്റ തിരിച്ചു കൊടുത്തു. അതുവരെ തമാശ രീതിയിൽ നിന്നിരുന്ന അവരുടെ മുഖം പെട്ടെന്നുമായി. കാശ് താടാ പുണ്ടമകനെ. അവർ റാമിലേക്ക് അല്പം കൂടി കയറി നിന്നു. അതോടൊപ്പം അവൻ്റെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തു. അവരുടെ ശരീരത്തിന് മഞ്ഞളിൻ്റെയും മുല്ലപ്പൂ മണമുള്ള പെർഫ്യൂമിൻ്റെയും ഗന്ധം അവനെ നാസാദ്വാരങ്ങളിലേക്ക് അടിച്ചു കയറിയപ്പോൾ ഒപ്പം ചുറ്റുമുള്ളവരുടെ നോട്ടം കൂടിയായപ്പോൾ റാമിൻ്റെ സമനില തെറ്റുന്ന പോലെ തോന്നി. ഞാനൊരു സ്റ്റുഡൻ്റാണ്. ദിവസവും പൈസ തരാൻ എൻ്റെ കയ്യിലില്ല. ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. ആളുകളൊക്കെ നോക്കുന്നു. ഇന്ന് നീ എനിക്ക് കാശ് തന്നേ പറ്റൂ, അവർ വിടാൻ ഭാവമില്ലാത്ത മട്ടിൽ വീണ്ടും പറഞ്ഞു. ശേഷം അവൻ്റെ ചെവിയുടെ അരികിലായി കൈവളകൾ തട്ടി ഒരിക്കൽ കൂടി ശബ്ദമുണ്ടാക്കി. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ? കാശ് തരാൻ പറ്റില്ല, പോ. അവൻ അങ്ങനെ തീർത്തു പറഞ്ഞതും അവർ റാമിൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ടു. റാം അവരെ പിടിച്ച് തള്ളാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് അവനേക്കാൾ കൂടുതൽ ശക്തി ഉണ്ടായിരുന്നു. അവൻ്റെ പോക്കറ്റിലാണെങ്കിൽ 100 രൂപയുടെ ഒറ്റ നോട്ട് മാത്രമായിരുന്നു മിച്ചമുണ്ടായിരുന്നത്. റാമിന് അത് വലിയൊരു തുകയായിരുന്നെങ്കിലും അവനും ആ പണം വിട്ടുകൊടുത്തിരുന്നില്ല. അവർ തമ്മിൽ പിടിവലി നിൽക്കുന്ന സമയത്ത് ട്രെയിൻ കൊടമ്പാക്ക സ്റ്റേഷനിൽ വന്നു നിന്നു. അതോടൊപ്പം ആ സ്ത്രീയുടെ മുതുകിലായി പടക്കം പൊട്ടുന്ന പോലെയുള്ള ശബ്ദവും ഉയർന്നു കേട്ടു. റാം നോക്കുമ്പോൾ ഒരു പോലീസുകാരൻ അവരെ ലാത്തിക്കടിച്ചതാണ്. പിടിവലിയിൽ ഷർട്ടിൻ്റെ പോക്കറ്റ് കയറുകയും അവൻ്റെ പോക്കറ്റിൽ 100 രൂപ സ്ത്രീയുടെ കയ്യിലാകുകയും ചെയ്തിരുന്നു. അടി കിട്ടിയ മാത്രമേ അവർ പുളഞ്ഞുകൊണ്ട് ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയോടി. പോലീസുകാരൻ അവരുടെ പിന്നാലെ ചെന്ന് ലാത്തിക്ക് വീണ്ടും ശക്തിയിൽ അടയ്ക്കുകയും അവരുടെ പ്ലാറ്റ്ഫോമിൽ ഉരുണ്ടു വീഴുകയുമൊക്കെ ചെയ്യുന്നത് വാതിലിലൂടെ തലയിട്ടുകൊണ്ട് റാം കണ്ടു. അപ്പോഴേക്ക് 1 മിനിറ്റ് നിർത്തിയിട്ട ശേഷം ട്രെയിൻ മുന്നോട്ടെടുത്തിരുന്നു.
പോലീസുകാരൻ തിരിഞ്ഞുകൊണ്ട് റാമിനോട് ഇറങ്ങാൻ പറഞ്ഞെങ്കിലും റാം തല അകത്തേക്ക് വലിച്ചു കളഞ്ഞു. നോക്കുമ്പോൾ ട്രെയിനിൽ എല്ലാവരും അവനെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. അവൻ ചമ്മലോടെ തൻ്റെ തല കുനിച്ച് അടുത്ത സ്റ്റേഷൻ നുങ്കമ്പാക്കത്ത് എത്തും വരെ ഒരു വിധത്തിൽ തൻ്റെ മുഖം മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിച്ചു പിടിച്ചു. 9:30 ആണെങ്കിലും ആൾ ശ്രദ്ധിക്കാതെ റാം ഒരു കടയിൽ കയറി വെള്ളം കുടിച്ച് അല്പസമയം കടയിലിരുന്ന് മനസ്സ് ശാന്തമാക്കാൻ ശേഷമാണ് കോളേജിലേക്ക് പോയത്. കല്ലുപാകിയ ഇടനാഴികളിൽ നിന്നും ഫിലിം മേക്കിംഗ് ക്ലാസ് നടക്കുന്ന കെട്ടിടത്തിലേക്കുള്ള പടി കയറുമ്പോൾ റിസപ്ഷനിൽ ആനന്ദി ഇരിപ്പുണ്ടായിരുന്നു. എങ്ങോട്ട് പോകുന്നു? രാത്രി വൈകി വീട്ടിലെത്തുമ്പോൾ അച്ഛനമ്മമാർ ചോദിക്കുന്ന പോലെ അവൾ ചോദിച്ചു. അല്പം ലേറ്റായി പോയി, ഇനി ആവർത്തിക്കില്ല. എന്താണേലും ക്ലാസ്സിലേക്ക് പോകാൻ പറ്റില്ല. ഐ ആം റിയലി സോറി. ഇനി ലേറ്റ് ആവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. അവൻ അവളുടെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞിട്ട് മുകളിലേക്കുള്ള പടികൾ കയറുവാൻ തുടങ്ങി. പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞത് അവൾ വീണ്ടും തറപ്പിച്ച് പറഞ്ഞു. അത് കേട്ട് റാം സകല ദേഷ്യത്തോടെയും അവളുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി. നിന്റെ തന്തയല്ല എനിക്ക് പഠിക്കാൻ കാശ് തരുന്നത്, എൻ്റെ തന്തയാണ്. 10 മിനിറ്റ് വൈകിയാൽ ക്ലാസ് മനസ്സിലാവാതിരിക്കാനായിട്ട് മുകളിൽ കണക്ക് ക്ലാസ്സും ഒന്നുമല്ലല്ലോ നടക്കുന്നത്. അത് കേട്ടതും അവൾ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് സ്റ്റെപ്പിൽ കയറിയിട്ട് വട്ടം നിന്നു. പ്രിൻസിപ്പാളിൻ്റെ ഓർഡർ 9:30 കഴിഞ്ഞാൽ ആരെയും മുകളിലേക്ക് കയറ്റി വിടരുതെന്നാണ്. ഇന്നെന്തായാലും നീ ക്ലാസ്സിൽ കയറില്ല. അത് പറഞ്ഞു തീർന്നതും റാം അവളെ പിടിച്ച് ഒരൊറ്റ ഉന്തു കൊടുത്തു. എന്നിട്ട് മുകളിലേക്ക് കയറിപ്പോയി. ആനന്ദി തെറിച്ച് നിലത്തേക്ക് വീണു. അവൻ ക്ലാസ്സിലെത്തുമ്പോൾ ശിവസാർ ക്ലാസ് തുടങ്ങിയിരുന്നു. അയാൾ അവനെ അകത്തേക്ക് വിളിച്ചപ്പോൾ അവൻ സാറിനെ പുറത്തേക്ക് വിളിച്ചു. എന്നിട്ട് നടന്ന സംഭവങ്ങൾ അയാളോട് പറഞ്ഞു. കാര്യങ്ങൾ കേട്ടതും അയാൾ അവനെ ആശ്വസിപ്പിച്ച് ക്ലാസ്സിലേക്ക് കയറ്റിയിരുത്തി. വെണ്ണിയും രേഷ്മയും ഇടയ്ക്കിടെ തോണ്ടി എന്തുപറ്റി എന്നവനോട് ചോദിച്ചെങ്കിലും അവൻ ക്ലാസ്സിൽ മൂകനായി തന്നെ ഇരുന്നു. അല്പം കഴിഞ്ഞതും ആനന്ദി ക്ലാസ്സിൽ കയറി വന്നു. ശ്രീറാമിനെ പ്രിൻസിപ്പൽ വിളിക്കുന്നു. എന്താ കാര്യം? ശിവസാർ തിരക്കി. അറിയില്ല. എങ്കിൽ ഞാൻ വരാം, അയാൾ പറഞ്ഞു. റാം ആനന്ദിയെ വിദ്വേഷത്തോടെ നോക്കി. എന്നിട്ട് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ചെന്നു. പ്രിൻസിപ്പൽ ശ്രീനിവാസിൻ്റെ റൂമിൽ നിൽക്കുമ്പോൾ റാം ഒന്നും തന്നെ ശബ്ദിച്ചില്ല. പകരം അവന് വേണ്ടി സംസാരിച്ചത് മുഴുവൻ ശിവസാറാണ്. അപ്പോഴാണ് മനോവിഷമത്തിലാണ് ആനന്ദിയോട് അങ്ങനെ പെരുമാറിയതെന്ന് പറഞ്ഞിട്ടും പ്രിൻസിപ്പൽ അതൊന്നും അംഗീകരിച്ചില്ല. സ്ത്രീകൾക്ക് പ്രത്യേകം പരിഗണന കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഈ സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫിനോട് ഒരു വിദ്യാർത്ഥി മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കാണുകയും തിരുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. സോ ശ്രീറാം തൻ്റെ ബാച്ചിൻ്റെ മുന്നിൽ വെച്ച് ആനന്ദിയോട് മാപ്പ് പറയണം. അതാണ് എൻ്റെ തീരുമാനം, പ്രിൻസിപ്പാൾ തീർത്തു പറഞ്ഞു. ഞാൻ പറയാം സാർ. ഇനി ഈ പെണ്ണിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണോ? അങ്ങനെയും ചെയ്യാം. പ്രിൻസിപ്പാൾ പറഞ്ഞു നിർത്തിയതും ശ്രീറാം തൻ്റെ മുന്നിലെ വിഷമം പുറത്തു കാണിച്ചു. വെരി ഗുഡ്, പ്രിൻസിപ്പാൾ സന്തോഷത്തോടെ പറഞ്ഞു. മൂന്നാം നിലയിലെ ക്ലാസ്സിലായി പ്രിൻസിപ്പാളും ആനന്ദിയും ശിവസാറും വന്നെത്തിയപ്പോൾ ക്ലാസ്സിലെ ആർക്കും എന്താ കാര്യമെന്ന് പിടികിട്ടിയില്ല. ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആനന്ദി എന്ന പെൺകുട്ടിയോട് അപമര്യാദയെ പെരുമാറിയതിനാൽ നിങ്ങൾ ഏവരുടെയും മുന്നിൽ വെച്ച് ഞാൻ ആനന്ദിയോട് മാപ്പ് പറയുന്നു. മാപ്പ്. എല്ലാവരും കേൾക്കെ റാം ആനന്ദിയോട് മാപ്പ് പറഞ്ഞു. വെണ്ടിയും രേഷ്മയും കാര്യം എന്താണെന്ന് പിടികിട്ടാത്ത രീതിയിൽ അതിശയത്തോടെ പരസ്പരം നോക്കി. പ്രിൻസിപ്പാളും ആനന്ദിയും ക്ലാസ്സിൽ നിന്നും പോയതും ക്ലാസ്സിലുള്ളവരെല്ലാം റാമിനോട് കാര്യം അന്വേഷിക്കാൻ തുടങ്ങി. റാമിനെ തൽക്കാലം വെറുതെ വിട്ടേക്കൂ, ചെറിയ പ്രശ്നമാണ്, അല്ലാതെ വലുതായി ഒന്നുമില്ല. ശിവസാർ അത് പറഞ്ഞിട്ട് ക്ലാസ് എടുക്കാനുള്ള മൂഡ് പോയതിനാൽ ലൈറ്റ് ഓഫാക്കി പ്രൊജക്റ്റിലായി കളർ ഓഫ് പാരഡൈസ് എന്ന ഫിലിം ഇട്ടു. ഉച്ചയ്ക്ക് അമ്മ ഉണവകത്തിലായി ക്യൂ നിൽക്കുമ്പോൾ രേഷ്മയും വെണ്ണിയും തൊട്ടപ്പുറത്തെ സിമൻറ്റ് ബെഞ്ചിലിരുന്ന് തൈര് സാദം കഴിക്കുന്ന ആനന്ദിയെ രൂക്ഷമായി നോക്കി. റാം ഒന്നും മിണ്ടാതെ അവർക്കൊപ്പം ക്യൂവിൽ നിൽപ്പുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ മൂവരും തമ്മിൽ ഒന്നും സംസാരിച്ചില്ല. വെണ്ണിയും രേഷ്മയും ഇടയ്ക്കിടെ രാമിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. മുന്തിയിടുകയല്ലേ, അവളുടെ കർണം പുകച്ച് ഒരടി കൊടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. നുങ്കമ്പാക്കത്തെ തെരുവിലൂടെ തിരികെ നടക്കുമ്പോൾ രേഷ്മ പറഞ്ഞു. പോട്ടെ, ഞാനത് വിട്ടു, റാം ശാന്തനായി പറഞ്ഞു. എടാ, നിന്റെ കുഴപ്പം എന്താണെന്നറിയുമോ? നിനക്ക് ധൈര്യത്തോടെ സംസാരിക്കാൻ അറിയില്ല. ഒരുമാതിരി നിഷ്കളങ്കൻ സ്റ്റൈൽ. ഇല്ലേൽ ട്രെയിനിൽ നടക്കുന്ന ആറുവാണികളൊക്കെ നിന്റെ ഷർട്ട് വലിച്ചു കീറുമോ? പിന്നെ ആനന്ദി, നിന്നെ ഞങ്ങളുടെ കൂടെ ഒന്ന് നിന്നു തന്നാൽ മതി.
അവൾക്കിട്ട് പണി ഞങ്ങൾ കൊടുത്തുകൊള്ളാം, വെൻട്രി ആവശ്യത്തോടെ പറഞ്ഞു. രേഷ്മ അത് ശരിവെച്ചു. എന്നെ പൊന്നുമച്ച, ഒന്നും വേണ്ട. ഈ പ്രശ്നം ഇതോടെ തീർന്നു. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ എന്നെ വലിച്ചിടല്ലേ. അത് പറഞ്ഞിട്ട് റാം മുൻപേ നടന്നുപോയി. വെൻട്രി രേഷ്മയെ നിരാശത്തോടെ പരസ്പരം നോക്കി. ലഞ്ച് ബ്രേക്ക് കഴിയുന്നതിന് മുമ്പേ മൂവരും കോളേജിലേക്ക് കയറാൻ തുടങ്ങുന്ന നേരത്താണ് ആനന്ദി കോളേജിന് മുന്നിലെ തണൽ മരത്തിൽ ചുവട്ടിലായി നിൽക്കുന്നത് കണ്ടത്. മിസ്റ്റർ ശ്രീറാം, ഒന്നിങ്ങോട്ട് വരുമോ? അവൾ ചോദിച്ചു. അവൻ വെൻട്രിയെ രേഷ്മയെ ഒന്ന് നോക്കി. ചെല്ലാൻ അവർ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. റാം സാവധാനത്തിൽ അവൾക്കരികിലേക്ക് നടന്നു ചെന്നു. ഒന്ന് എൻ്റെ കൂടെ വരാമോ? എന്തിന്? പ്ലീസ്, ഒന്ന് വേഗം വരൂ, ബ്രേക്ക് ടൈം കഴിയാറായി. അത് പറഞ്ഞിട്ട് അവൾ മുന്നേ നടന്നു. ഡേയ് റാം, വെൻട്രി പിന്നിൽ നിന്ന് വിളിച്ചു. കൈകൊണ്ട് ഇപ്പോൾ വരാമെന്ന് ആംഗ്യം കാണിച്ച ശേഷം അവൻ അവളുടെ പിന്നാലെ നടന്നു ചെന്നു. വെൻട്രിയുടെയും രേഷ്മയുടെയും നോട്ടം കിട്ടാത്ത മറ്റൊരു റോഡിലേക്ക് കയറിയതും ആനന്ദി പെട്ടെന്ന് നിന്നു. റാം അവളുടെ ഉദ്ദേശം മനസ്സിലാകാതെ അവളുടെ സമീപ നടത്തം അവസാനിപ്പിച്ചു. ശ്രീറാമിന് നമ്മുടെ കോളേജ് മുഴുവൻ ക്യാമറകൾ ഉണ്ടെന്ന് അറിയാമല്ലോ. അറിയാം. ഓക്കെ. ക്ലാസ്സിൽ മാപ്പ് പറയിപ്പിച്ചതൊക്കെ പ്രിൻസിപ്പൽ ക്യാമറയിൽ കൂടെ എല്ലാം കണ്ടതുകൊണ്ടാണ്. എനിക്ക് അതിൽ നിന്ന് യാതൊരുവിധ പങ്കുമില്ല. അത് പറഞ്ഞിട്ട് ആനന്ദി ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു നോക്കി. റാമിന്റെ മുഖത്ത് പടക്കം പൊട്ടുന്ന പോലെ ഒരടി കൊടുത്തു. ഇത് എൻ്റെ ശരീരം നോവിച്ചതിനും എൻ്റെ അപ്പാക്ക് വിളിച്ചതിനുമുള്ളത്. അപ്രതീക്ഷിതമായി കിട്ടിയ ഒരടിയായി റാം ഒരു നിമിഷം തരിച്ചു നിന്ന് പോയി. അപ്പോഴേക്ക് ശിവർ സാർ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് ആ വഴി കയറി വന്നു. എന്താ രണ്ടാളും ഇവിടെ? റാമിനെയും ആനന്ദിയെ അങ്ങനെ ഒരന്തരീക്ഷത്തിൽ കണ്ടതും അയാൾ ചോദിച്ചു. നത്തിങ് സർ, ഞാൻ റാമുമായി പിണക്കം പറഞ്ഞു തീർക്കുമായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. കമോൺ, ബ്രേക്ക് ടൈം കഴിയാറായി. ശിവസാർ അത് പറഞ്ഞ് മുന്നോട്ട് നടന്നു. ആനന്ദ് റാമിനെ ഒന്ന് നോക്കി, പിന്നെ അയാളുടെ ഒപ്പം കയറി നടന്നു. പക്ഷേ റാം തൻ്റെ മുഖത്തെ നിന്നിടത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു.